സാറേ മ്യൂട്ട്. ഞാൻ മ്യൂട്ടാണോ? അല്ലല്ല. അല്ല അല്ല. ഓക്കെ. ഇപ്പൊ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഒരു സൺഡേ എന്തായാലും നമ്മുടെ ക്ലാസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഒരു 310 പേര് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. 308 ഞാൻ ഹരിയും കൂടെ കൂടുമ്പോൾ എന്റെ വേറൊരു ഐഡിയും കൂടെ കൂടുമ്പോൾ 307 കാരണം ഒരു സൺഡേ ഒക്കെ ക്ലാസ് വെക്കണോ എന്ന് ഹരി ഇങ്ങനെ ആശങ്കയോടുകൂടി പറയുന്നായിരുന്നു. ഒരു റിഫ്രഷ്മെന്റ് മൂഡിലായിരിക്കും, അതുകൊണ്ട് നമ്മുടെ ആളുകളൊക്കെ വരുമോ എന്നൊക്കെ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. എങ്കിൽ കൂടെ 313 പേരൊക്കെ ഉണ്ട്. നമ്മൾ ക്ലാസ് ഏകദേശം കഴിയാറാകുമ്പോഴേക്ക് ഒരു 500 പേരൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മള് ലാസ്റ്റ് നമ്മൾ ഒരു സെഷൻ ചെയ്തിരുന്നു അല്ലേ? അപ്പൊ അതിനകത്ത് നമ്മൾ ചക്രവ്യൂഹം എന്നാണ് നമ്മൾ ആ സെഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ? ചക്രവ്യൂഹം. കാരണം നമ്മുടെ മൈൻഡിലൊക്കെ എവിടേക്കോ ചെറിയ ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് മറികടക്കാനുള്ള കുറെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പൊ അത് ചക്രവ്യൂഹത്തിനകത്ത് നിന്ന് പുറത്തു വരാനുള്ള കുറെ ഐഡിയാസ് ആണ്. ഇനി ആരെങ്കിലും ആ സെഷൻ കണ്ടിട്ടില്ല, ഈ പ്ലാറ്റ്ഫോമിൽ ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ ബൈജൂസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചക്രവ്യൂഹം എന്ന് പറയുന്ന ഒരു സെഷൻ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ ആരെങ്കിലും പുതിയ ആളുകൾ വന്നിട്ട് ചക്രവ്യൂഹം കാണാത്ത ആളുകൾക്ക് അവിടെ ചെന്ന് കാണാവുന്നതാണ്. അപ്പൊ ആ ചക്രവ്യൂഹം കഴിഞ്ഞാൽ പിന്നെന്താ നമ്മള് അടുത്തത് എന്തായിരുന്നു? പിന്നെ അശ്വമേധമാണ് അല്ലെ? നമ്മൾ വെട്ടിപ്പിടിക്കണം. കാരണം അതിന്ന് പുറത്തു വന്നാൽ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ പേര് മാറ്റിയിട്ട് അശ്വമേധം എന്നൊക്കെ ഇട്ടെ. ആ പേരിന്റെ ഒരു പ്രധാന കാര്യം ഇതായിരുന്നു. അപ്പൊ അശ്വമേധം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നോക്കൂ, ആളുകൾക്ക് ഞാൻ പറഞ്ഞിരുന്നു, മെസ്സേജിൽ ഞാൻ പറഞ്ഞിരുന്നു, റീസെന്റ് ഒരു ട്രെൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ആയിട്ട് പോളിസികൾ അടയ്ക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അങ്ങനെ ഷോർട്ട് ടേം ആയിട്ട് പോളിസികളിലേക്ക് പോകുമ്പോൾ ഒരു വിഭാഗം അഡ്വൈസേഴ്സ് നേരിടുന്ന ഒരു ചാലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പോളിസിയുടെ മിനിമം സം അഷ്യൂർഡ് 5 ലാഖിലൊക്കെ തുടങ്ങുന്നത്. നമ്മളുടെ ജീവൻ ഉത്സവം ആയിക്കോട്ടെ, നവജീവൻ ശ്രീ ആയിക്കോട്ടെ, അങ്ങനെയുള്ള പോളിസികളൊക്കെ മിനിമം സം അഷ്യൂർഡ് 5 ലക്ഷത്തിൽ തുടങ്ങുകയും 5 വർഷമേ കസ്റ്റമർ അടയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ നോർമലി ചിലപ്പോൾ നമ്മളുടെ ടിക്കറ്റ് സൈസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നമ്മളൊരു പോളിസി വിൽക്കുന്ന സമയത്ത് ഇപ്പൊ LIC തന്നെ പല കോമ്പറ്റീഷൻസിലൊക്കെ പറയുന്നുണ്ട് മിനിമം പ്രീമിയം 1000 രൂപ വേണം എന്നൊക്കെ അല്ലെ? അപ്പോ 5 ലക്ഷം രൂപയുടെ ഒരു പോളിസി 5 വർഷം അടയ്ക്കാമെന്നൊരു കസ്റ്റമർ പറയുമ്പോൾ മിനിമം 10,000 രൂപ മന്ത്ലി അടയ്ക്കുന്ന കസ്റ്റമർക്ക് മാത്രമേ അത്തരത്തിലുള്ള ഒരു പോളിസി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താ? വർഷത്തിൽ 1 ലക്ഷമോ അതിൽ കൂടുതലോ അടയ്ക്കാൻ പറ്റുന്ന കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഷോർട്ട് ടേം പോളിസികളിലും ഷോർട്ട് ടേം ആയിട്ട് ആളുകൾ തിരഞ്ഞെടുക്കുന്നതിലും നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി ഇല്ലേ? നമുക്ക് ആ ടിക്കറ്റ് സൈസ് ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. അപ്പൊ അതിനെ മറികടക്കാൻ നമുക്ക് കഴിയണം. കാരണം ഞാൻ എപ്പോഴും പറയായിരുന്നു, മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റിയാലേ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മാർക്കറ്റ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത്, ഷോർട്ട് ടേം പോളിസികളിലൂടെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മളും അങ്ങോട്ട് മാറണം. പക്ഷെ അങ്ങോട്ട് മാറുമ്പോൾ അതിൽ വരുന്ന നല്ല പ്ലാനുകളുടെയൊക്കെ മിനിമം സം അഷ്യൂർഡ് കൂടുതലാവുമ്പോൾ നമുക്കൊരു 1,20,000 ഒക്കെ വർഷത്തിൽ അടയ്ക്കേണ്ടി വരും. ഉത്സവ്, അതുപോലെ നവജീവൻ ശ്രീ പോലുള്ള പോളിസികളിലൊക്കെ അമൃതപാല ആയിക്കോട്ടെ, അതിന് മിനിമം സം അഷ്യൂർഡ് 2 ലക്ഷം ഉണ്ട്. എങ്കിലും എപ്പോഴും നമ്മൾ പോളിസി വിൽക്കുമ്പോൾ എന്താ ചിന്തിക്കേണ്ടത്? കസ്റ്റമറുടെ നീഡിനനുസരിച്ച് ഒരു കാര്യം അവർക്ക് കിട്ടുകയും വേണം. അപ്പൊ കുറച്ച് ഹയർ സം അഷ്യൂർഡിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അവിടെ നമ്മൾ ഒരു അശ്വമേധം നടത്തിയാൽ, അശ്വമേധം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു സ്ഥലത്ത് നിൽക്കുന്നു, നമ്മുടെ കയ്യിൽ കുറെ വിഭവങ്ങളുണ്ട്, നമുക്ക് അത്യാവശ്യം റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു ഇൻഷുറൻസ് ഏജന്റിനെ സംബന്ധിച്ച് അശ്വമേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് രാജാക്കന്മാർ അശ്വമേധം നടത്താൻ അയൽ രാജ്യങ്ങളെ തങ്ങളുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കാൻ യുദ്ധം നടത്തുക ചെയ്യാം. അപ്പൊ ആ കുതിരയെ തുറന്നു വിടുന്നു, അല്ലെങ്കിൽ അഴിച്ചു വിടുന്നു. ആ കുതിര സഞ്ചരിക്കുന്ന രാജ്യം ആരും ആ കുതിരയെ തടഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആ രാജാവിന് അശ്വമേധം നടത്തുന്ന ആൾക്ക് കിട്ടുന്ന പറയാം. അവിടെ ആരെങ്കിലും തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ പിന്നെ യുദ്ധത്തിലൂടെയൊക്കെ ചെയ്യാന്നൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്ന കഥയൊക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു സംഗതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ, കസ്റ്റമേഴ്സ് മൂവ് ചെയ്യുമ്പോൾ, ആളുകൾ മൂവ് ചെയ്യുമ്പോൾ നമ്മളും അടുത്തൊരു ലെവലിലേക്ക് പ്രീമിയം ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിക്കണം. അല്ലെങ്കിൽ അടുത്തൊരു HNI കസ്റ്റമേഴ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു പ്രീമിയം സെല്ലിംഗ് സീക്രട്ടിലേക്കോ നമ്മൾ മാറണം. മിക്സ് ചെയ്ത് പോളിസി ചെയ്യണം എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതും ഈ പറയുന്ന കമ്പനികൾ വലിയ വലിയ സം അഷ്യൂർഡിലേക്കൊക്കെയാണ് മിനിമം പോളിസി കൊണ്ടുപോകുമ്പോൾ നമ്മളും മൈൻഡ് സെറ്റ് എന്ത് വേണം? അതിങ്ങനെ നമ്മൾ വിജയിച്ച് നിൽക്കുന്ന ഇടത്താണെങ്കിലും കുറച്ചും കൂടെ പ്രീമിയം സെല്ലിംഗ് സംഗതിയിലേക്ക് നമ്മൾ മാറണം.
പല ആളുകളും എന്നോട് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഞാനും ഒരു ഘട്ടത്തിൽ നമ്മളൊക്കെ ചെറിയ ചെറിയ പോളിസികൾ വിറ്റ് വന്ന ആളാണ്, മിക്സഡ് ആയിട്ട് ചെയ്യുന്ന സംഗതി ഉണ്ട്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചും കൂടി വലിയ പ്രീമിയം ഒക്കെ ഫോക്കസ് ചെയ്തപ്പോൾ കുറെ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഈ അശ്വമേധം എന്ന് ഉദ്ദേശിച്ച കുറച്ച് HNI കസ്റ്റമേഴ്സിനെ, കുറച്ച് പ്രീമിയം സെല്ലിംഗ് കസ്റ്റമേഴ്സിനെ നമ്മളുടെ കസ്റ്റമർ ലിസ്റ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ ക്ലയന്റ് ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ, നമ്മൾ വിൽക്കുന്ന പോളിസിയിൽ വലിയ വലിയ പ്രീമിയം കൂടെ വേണം. അപ്പൊ ഇന്ന് അതിനു വേണ്ടി നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? നോട്ട്ബുക്കും പേനയൊക്കെ ഓക്കെ ആണല്ലോ അല്ലെ? ഇന്ന് അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് നിലവിൽ ബിസിനസ് കിട്ടുന്നുണ്ട്, കുറച്ച് നമുക്ക് രാജ്യവും നമ്മുടെ സാമ്രാജ്യവും ഒക്കെ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി നമുക്ക് വലുതായിട്ട് കുറച്ച് ആളുകളെയും കൂടെ നമ്മുടെ കൂട്ടത്തിൽ കൂടി ചേർക്കണം. അപ്പൊ കുതിരയെ അഴിച്ചു വിട്ട പോലെ കുറച്ച് പ്രീമിയം സെല്ലിംഗ് സീക്രട്സ് ഒക്കെ നമ്മൾ പഠിക്കണം. അതിന് ഒരാളെ എങ്ങനെ, ഒരു അഡ്വൈസർ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഈസി ആണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ, കുറച്ച് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. പക്ഷെ കാലഘട്ടത്തിനനുസരിച്ച് ഒരു മാറ്റം വേണം എന്ന് എന്റെ മനസ്സ് ചിന്തിക്കുന്നതുകൊണ്ട് നമ്മുടെ സഹപ്രവർത്തകർക്കും കൂടെ ഡിസ്കസ് ചെയ്യാമെന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു കാര്യം വെച്ചത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത സംഗതിയായിരുന്നു ചക്രവ്യൂഹം. നമ്മൾ ബിസിനസിന്റെ ചില കഷ്ടപ്പാടുകളിൽ നിന്ന്, കഷ്ടം അനുഭവിക്കുന്ന ആ മേഖലകളിൽ നിന്ന് പുറത്തു കടക്കാൻ എന്തൊക്കെയാ വേണ്ടതെന്ന് നമ്മൾ ചിലപ്പോൾ പുറത്തു കടന്ന പിന്നെ നമ്മൾ വിജയിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ ഡിസ്കഷൻ. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇപ്പൊ നോക്കൂ, നിങ്ങൾക്കൊരു പ്രീമിയം സെല്ലിംഗ് ഏജന്റ് ആവണം. പ്രീമിയം എന്ന് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ സമ്മഷോർഡും ഹൈ പ്രീമിയം ഒക്കെ വിൽക്കുന്ന ഒരാളാവണമെങ്കിൽ ആദ്യമായിട്ട് അശ്വമേധത്തിന് ഇറങ്ങിത്തിരിക്കുന്ന, അല്ലെങ്കിൽ ആ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിത്തിരിക്കണമെന്ന, അല്ലെ നോക്കൂ, ഇപ്പൊ നമ്മൾക്കൊക്കെ ചെറിയ ചെറിയ പോളിസികളൊക്കെ ചെയ്യുന്ന ആളുകൾ ധാരാളം ഉണ്ട്, നമ്പർ ഓഫ് പോളിസിയിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകളുടെ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ബിസിനസ് തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടി വലിയ പ്രീമിയം വിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് കുറച്ചും കൂടി ഒരു ഫിനാൻഷ്യൽ ഫ്രീഡവും, നമുക്ക് കുറച്ച് കാര്യങ്ങൾ, നമുക്ക് കുറച്ച് അസറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ദ പ്രീമിയം ക്ലയന്റ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എന്ന് പറയും. അതായത് വലിയ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പോളിസികൾ ഏതാണെന്ന് ചിന്തിക്കുക, ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകൾ, അതിൽ നിന്ന് വലിയ പോളിസികൾ വിൽക്കണമെങ്കിൽ ഒരു ഏജന്റിന്റെ മൈൻഡിനെ എങ്ങനെ മാറ്റണം എന്നുള്ളതാണ്. HNI കസ്റ്റമറുടെ ഇടയിൽ വർക്ക് ചെയ്യാൻ ഒരു ഏജന്റിന് വേണ്ട മൈൻഡ് സെറ്റ് എന്തൊക്കെയാണ് അല്ലെ? ഇപ്പൊ നോക്ക്, നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇപ്പോഴും നമ്മൾ പാടത്ത് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടാവും അല്ലെ? പാടത്തൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടാവും. അപ്പോ പാടത്ത് ക്രിക്കറ്റ് കളിക്കുന്ന കളിക്കാരുടെ, അതും ക്രിക്കറ്റ് തന്നെയാണ്. അതേ ആള് IPL പോകുമ്പോൾ എന്താ സംഭവിക്കുക? കാരണം എവിടെ ക്രിക്കറ്റ് കളിച്ചാലും പന്തും ബോളും ബാറ്റിംഗ് സ്റ്റൈലും ഒന്നും മാറുന്നില്ല. പക്ഷെ IPL പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അവിടുത്തെ ആംബിയൻസ് മാറി, സ്റ്റേഡിയം മാറി, വലിയ കുറെ ആളുകൾ കാണാനിരിക്കുന്നു. ആ രീതിയിലേക്ക് സംഗതി കളി ഒന്ന് തന്നെയാണെങ്കിലും പാടത്തുള്ള ക്രിക്കറ്റ് കളിയിൽ നിന്ന് IPL മാറുമ്പോൾ ഒരു മൈൻഡ് ഷിഫ്റ്റ് വേറെയാണ്. ഇനി IPL ഭയങ്കരമായിട്ട് കളിച്ച ആളുകൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? ശോഭിക്കാത്ത ധാരാളം ആളുകളുണ്ട്. അതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈൻഡ് സെറ്റ് മാറുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ആദ്യമായിട്ട് നിങ്ങൾക്ക് വലിയ കസ്റ്റമറുടെ ഇടയിൽ പ്രീമിയം വിൽക്കണമെന്നുണ്ടെങ്കിൽ നോർമൽ കസ്റ്റമറോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പോളിസി കിട്ടില്ല. അപ്പൊ വലിയ കസ്റ്റമറെ കിട്ടണമെങ്കിൽ ആദ്യം പാകപ്പെടേണ്ടത് എന്താ? നമ്മളുടെ മനസ്സാണ്. ഞാൻ പണ്ടൊക്കെ ഒരു വർഷത്തിൽ 100-150 പോളിസിയൊക്കെ വിട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, നമ്പർ ഓഫ് പോളിസിയിൽ ഫോക്കസ്. അപ്പൊ ഇടയ്ക്ക് വെച്ച് എനിക്ക് മനസ്സിലായി, എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനനുസരിച്ചുള്ള പൈസയൊന്നും എനിക്ക് കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ നമ്മൾ വലിയ പ്രീമിയം വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി. പക്ഷെ വലിയ പ്രീമിയം വിൽക്കാൻ വേണ്ടിയിട്ട് അന്ന് ശ്രമം നടത്തിയപ്പോൾ ഞാൻ എവിടെയാണോ ചെറിയ പ്രീമിയം വിറ്റിരുന്നത് അവിടെ തന്നെയായിരുന്നു വലിയ പ്രീമിയം വിൽക്കാനുള്ള ശ്രമം നടത്തിയിരുന്നത്. ചെറിയ മീനിനെ പിടിക്കാൻ ചെറിയ വല മതി, വലിയ മീനിനെ പിടിക്കാൻ വലിയ വല വേണം, ബോട്ട് വേണം എന്നൊക്കെ പറഞ്ഞതുപോലെ എന്റെ മൈൻഡ് സെറ്റ് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് ആ വലിയ പ്രീമിയം കസ്റ്റമറെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് തേടി അലഞ്ഞ് കുറെ കാലം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു 3 to 4 years ആയിട്ട് നമ്മൾ ശിരോമണി പോലുള്ള പോളിസികൾ വിറ്റിരുന്നു. ഒരു ഘട്ടത്തിൽ 1 crore പോളിസികൾ സമ്മർഷോട് വിറ്റിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പോലും 1 crore പോളിസി വിറ്റിട്ടുണ്ട്, 50 lakh. അങ്ങനെയുള്ള കുറച്ച് വലിയ പ്രീമിയം കസ്റ്റമേഴ്സിനെ കണ്ടെത്താനുള്ള രീതിയിൽ ആളുകളെ കണ്ടെത്തി തുടങ്ങി. അതിന്റെ മൈൻഡ് സെറ്റിനനുസരിച്ച് ആളുകളോട് സംസാരിച്ചു തുടങ്ങി. ഇന്ന് നമ്മുടെ സെഷനിൽ നമ്മൾ ഇതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അത് വലിയൊരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അത് എക്സ്പാൻഡ് ചെയ്ത് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വലിയ പ്രീമിയം കസ്റ്റമറെ കിട്ടണമെങ്കിൽ എന്തൊക്കെ പോയിന്റുകളിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതിന്റെ ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാനുള്ള അവസരം നമുക്ക് വരും. അപ്പോ ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? HNI കസ്റ്റമറുടെ ഇടയിൽ വർക്ക് ചെയ്യാൻ ഒരു ഏജന്റിന് വേണ്ട മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറിക്കണം. അയ്യോ, വലിയ ആളുകളെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താ സംസാരിക്കുക, എന്താ പറയാ എന്നുള്ളതിനെ കുറിച്ചൊന്നും നമ്മൾ ആശങ്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറില്ല. സാധാരണ ഒരു കസ്റ്റമറുടെ ഇടയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? എത്ര അടച്ചാൽ എത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ മതി.
പക്ഷെ HNI കസ്റ്റമേഴ്സിന്റെ ഇടയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ പുറത്ത് ഒരു ട്രസ്റ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ അവർ നമ്മളുമായിട്ട് കച്ചവടം ചെയ്യാൻ തയ്യാറാവില്ല. കാരണം അവർക്ക് എത്ര അടച്ചാൽ എത്ര കിട്ടുമെന്നതിനേക്കാൾ ഉപരി അവർക്ക് അറിയേണ്ട കുറെ കാര്യങ്ങളാണ്. അപ്പൊ അതിനനുസരിച്ച് മൈൻഡ് സെറ്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തോണം. ആ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ സമ്മേഷോടൊക്കെ ഇൻക്രീസ് ചെയ്ത് പല പ്ലാനുകളും വരുമ്പോൾ അയ്യോ അതിന്റെ സമ്മേഷോട് 5 ലക്ഷം അല്ലേ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുന്നു. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അശ്വമേധം എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങൾ അടുത്ത സാമ്രാജ്യം, പുതിയൊരു സാമ്രാജ്യം നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ ഇൻഡസ്ട്രിയിൽ വെട്ടിപ്പിടിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ പറയുന്ന പ്രീമിയം ക്ലയന്റ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റിലേക്ക് മാറണം. അതിന് HNI കസ്റ്റമറുടെ ഇടയിൽ വർക്ക് ചെയ്യാൻ ഏജന്റിന് വേണ്ട എന്തൊക്കെ മൈൻഡ് സെറ്റ് ആണോ ആ മൈൻഡ് സെറ്റ് ഒക്കെ മാറ്റിക്കൊണ്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയാം. എത്ര പേര് റെഡി ഉണ്ട് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്? ഇതിന്റെ ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പലർക്കും അറിയില്ല ഇപ്പൊ എന്തൊക്കെ ബൈസർ എന്തൊക്കെയാണ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് പലർക്കും ഇപ്പൊ ഒരു ആശങ്ക ഉണ്ടാവും. ഞാനാണെങ്കിൽ പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇതിലേക്ക് മാറണമെന്ന ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? അങ്ങനെ ഇതിന്റെ ഐഡിയാസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാറാൻ റെഡിയാണെന്ന് ഐഡിയയുള്ള ആളുകളൊക്കെ ഒന്ന് തമ്പൊക്കെ വിട്ടേ. കുറെ പേര് തമ്പ് വിടുന്നുണ്ട്, കാണുന്നുണ്ട് ഞാൻ സ്ക്രീനിനകത്ത്. റെഡിയാണ് അല്ലേ? അംബിക റെഡിയാണെന്ന് ഇന്നലെ എന്നോട് വിളിച്ച് അരമണിക്കൂർ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് പേടിക്കൊന്നും വേണ്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കൂ, ഈ GST കുറവ് വന്നപ്പോ നമ്മുടെ നാട്ടിൽ ഓരോ കാർ വിൽക്കുന്ന കമ്പനികളുടെ ഈ അടുത്ത ദിവസങ്ങളിൽ വിറ്റ കാറുകളുടെ കണക്ക് ഞാൻ ഒരു സ്ഥലത്ത് ഇതിലാണ് ധനകാര്യം എന്ന് പറയുന്ന വീക്കിലിയിലാണെന്ന് തോന്നുന്നു. ഇത് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇപ്പൊ നോക്കൂ, ഈ വെയിറ്റ് ചെയ്തിരുന്ന് കാറ് വാങ്ങുന്ന ആളുകൾ ധാരാളം ഉണ്ട്, വലിയ വലിയ വണ്ടികൾ. അതുപോലെ തന്നെ GST കുറഞ്ഞപ്പോ എന്റെ അടുത്ത് നിന്ന് കുറച്ച് പേര് കഴിഞ്ഞ മാസം GST കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേര് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തത്. അപ്പൊ അങ്ങനെ ആളുകൾ നമ്മൾക്ക് പൈസ തരാൻ റെഡിയാണ്. പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആയിട്ട് അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു അശ്വമേധം എന്ന് പറയുന്ന ആ വെട്ടിപ്പിടിക്കലിലേക്ക് നമ്മളുടെ മൈൻഡ് പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ മാർക്കറ്റിൽ അത് വെട്ടിപ്പിടിക്കാൻ അല്ലേ 2023-24 LIC വിറ്റ് 2.5 കോടി പോളിസിയിൽ ഇന്ത്യയിലെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ 1% താഴെ. ആ വീഡിയോ ഞാൻ ഇട്ടിരുന്നു നിങ്ങൾക്ക്. അപ്പൊ അതേപോലെ നമ്മുടെ മൈൻഡ് ഒന്ന് റെഡിയാക്കിയാൽ നമ്മുടെ മാർക്കറ്റ് വളരെ വലുതാണ്, ധാരാളം കാശുള്ള ആളുകളുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരിൽ നിന്ന് പോളിസി എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ വി ക്യാൻ ഈസി ടു ദ പ്രീമിയം ക്ലയന്റ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റിലേക്ക് മാറും. ഇതിനകത്ത് കുറെ പോയിന്റുകളുണ്ട്. ഇതൊരു ചെറിയ സബ്ജക്റ്റ് ആണെങ്കിൽ കൂടെ എന്തൊക്കെയാണ് മൈൻഡ് സെറ്റ് മാറ്റേണ്ടത് എന്നുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാര്യം. വലിയ ആളുകളുടെ ഇടയിൽ വെട്ടിപ്പിടിക്കാൻ ഇറങ്ങുന്ന സമയത്ത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, മൈൻഡ് സെറ്റ് മാറ്റാം. ഓക്കെ, ഇനി നമ്മൾ ഈ മൈൻഡ് സെറ്റ് അങ്ങനെ നിങ്ങൾ മാറ്റാൻ റെഡിയാണെങ്കിൽ 1 കൊല്ലം 2 കൊല്ലം ഒന്നും എടുക്കരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 90 ദിവസം, നെക്സ്റ്റ് 90 ഡേയ്സ്. കാരണം ഈ 90 ഡേയ്സ് ഞാൻ വെക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് MDRT ചെയ്യാൻ കിട്ടുന്ന സമയം ഏകദേശം 90 ദിവസം. കമ്മീഷൻ വിട്ടേക്ക് 45 ലക്ഷം രൂപ പ്രീമിയം കളക്ട് ചെയ്യുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് മാത്രം വരും. കമ്മീഷനെ കുറിച്ച് ആലോചിക്കേണ്ട. കമ്മീഷനിൽ MDRT ആവുന്നതിനെ കുറിച്ച് അങ്ങനെ ആവുന്ന ആളുകൾ ധാരാളം നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. ഇനി ഇതുവരെ MDRT ആവാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തവണ കമ്മീഷനിൽ MDRT ആവുന്ന ഒരു ചിന്തയിലേക്ക് വരൂ. അതിന് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് എത്ര ദിവസം കൊണ്ട് നമ്മൾ മാറ്റണം? HNI കസ്റ്റമറുടെ ഇടയിൽ വർക്ക് ചെയ്തതിനുള്ള 90 ദിവസത്തെ ഒരു റോഡ് മാപ്പ് തയ്യാറാക്കാം. 90 ഡേയ്സിൽ നമുക്ക് 45 ലക്ഷം രൂപ പ്രീമിയം കളക്ട് ചെയ്യാനുള്ള റോഡ് മാപ്പ്, അതിന് കുറെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ വേണ്ടത്, കാരണം 1 കൊല്ലം കൊണ്ട് ഞാൻ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും ആവേശം ചോർന്നു പോകും അല്ലേ? ജനുവരി മാസത്തിലൊക്കെ MDRT ആവണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ അവസാനത്തെ 90 ഡേയ്സ് ഇനിയാണ് MDRTകൾ കൂടുതലായിട്ട് വരിക. ഇപ്പൊ നമുക്ക് കുറവ് MDRTകളുടെ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ MDRTകൾ ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്തോണം? HNI ആളുകളുടെ ഇടയിലേക്ക് ബിസിനസ് ഷിഫ്റ്റ് ചെയ്യാൻ അടുത്ത 90 ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു റോഡ് മാപ്പ് നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കിയിരിക്കണം. 1 കൊല്ലം കൊണ്ട് ചെയ്യാൻ സാറേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു പ്രധാന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ LIC ഏജൻസിന്റെ ഒരു പ്രധാന പ്രശ്നം ആവേശം ഇങ്ങനെ ചോർന്നു പോകും. അത് പിന്നെ അല്ലേ പ്രോസ്പെക്ടിങ് MDRTയിലൊക്കെ നമ്മൾ വന്നിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാ സമയത്തും പ്രോസ്പെക്ടിങ് MDRTയിൽ മാത്രം നിൽക്കുന്ന ആളുകൾ ഒന്ന് തമ്പടിച്ചേ. എല്ലാ സമയത്തും പ്രോസ്പെക്ടിങ് MDRTയിലുണ്ട്, പക്ഷെ ഇതുവരെ എനിക്ക് MDRT ആവാൻ കഴിഞ്ഞിട്ടില്ല. അതിനൊരു റീസൺ എന്താണെന്നറിയോ? നമ്മള് ജനുവരി മാസം ഫെബ്രുവരി മാസം ഒക്കെ 1 വർഷമുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നിട്ട് നമ്മുടെ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ടെമ്പോ അങ്ങോട്ട് കുറഞ്ഞു. പല സ്ഥലങ്ങളിലേക്ക് നമ്മളുടെ മൈൻഡ് ഒക്കെ മാറിയിട്ട് ഇതിന്റെ ഒരു ആവേശം അങ്ങ് കുറഞ്ഞു. അപ്പൊ എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം MDRT ചെയ്യാനുള്ള, ഇനി നമുക്ക് 90 ഡേയ്സ് ആ കിട്ടുക, MDRT ചെയ്യാനുള്ള 90 ദിവസത്തെ റോഡ് മാപ്പ് നമ്മൾ ഉണ്ടാക്കുക. എന്തൊക്കെ ചെയ്യണം? ആദ്യത്തെ ഏകദേശം ഈ 90 ദിവസത്തെ ഏകദേശം 3 ഷിഫ്റ്റ് ചെയ്യാം. 90 ദിവസത്തെ എന്ത് ചെയ്യുക? 3 ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ആദ്യത്തെ 30 ദിവസം
പ്രോസ്പെക്ടിങ്ങിന് വേണ്ടി നമുക്ക് എത്ര പ്രീമിയം വേണം? 45 ലക്ഷം. അപ്പൊ ചില ആളുകൾക്ക് 45 ലക്ഷം പ്രീമിയം കിട്ടണമെങ്കിൽ ഒരു 90 ലക്ഷം പ്രീമിയം ക്യാൻവാസ് ചെയ്താൽ മതി. ചില ആളുകൾക്ക് 45 ലക്ഷം പ്രീമിയം കിട്ടണമെങ്കിൽ 4.5 കോടി പ്രീമിയം ക്യാൻവാസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ആദ്യത്തെ 30 ദിവസം നമ്മൾ എന്ത് ചെയ്യുക? ആരെയൊക്കെയാണോ നിങ്ങൾ MDRTക്ക് വേണ്ടിയിട്ട് ഒരു റോഡ് മാപ്പിൽ ഒരു പ്രോസ്പെക്ടിങ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആരെയൊക്കെയാണോ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് അവരെ കണ്ട് ഓരോ ആളുകളോടും കണ്ട് പറഞ്ഞ് പ്രീമിയം ഒക്കെ ക്യാൻവാസ് ചെയ്ത് അടുത്ത 30 ദിവസം അങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ പൈപ്പ് ലൈനിൽ കുറെ ആളുകളുണ്ട്. അപ്പൊ 90 ദിവസം എന്താ ചെയ്യേണ്ടത്? അതിന്റെ ഒരു റോഡ് മാപ്പ്. അതായത് ഇപ്പൊ അശ്വമേധത്തിന് വേണ്ടിയിട്ട് ഒരു രാജാവ് ഇറങ്ങി തിരിക്കുമ്പോൾ ആ കുതിര എവിടേക്ക് ഏത് രാജ്യത്ത് കൂടെയൊക്കെ ഓടണം എന്നൊക്കെ തീരുമാനിക്കുമല്ലോ. അങ്ങനെയാണല്ലോ കുതിരയെ ഇറക്കി വിടുക അല്ലെ? രാജ്യം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറക്കി വിടുന്ന നമുക്ക് ഇവിടെ വെട്ടിപ്പിടിക്കണമെങ്കിൽ നമ്മളാവുന്ന ഏജന്റ് പ്രോസ്പെക്ടിങ് എന്ന് പറഞ്ഞ കുതിരയിലൂടെ ആളുകളുടെ ഇടയിലൂടെ സഞ്ചരിക്കണം. നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന എന്താ? നമ്മുടെ കുതിര എന്ന് പറയുന്നത് പ്രോസ്പെക്ടിങ് ആണ്. നമ്മൾ എത്ര പേരെ കാണുന്നു അതിനനുസരിച്ചോടെ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു, ഇതാണ് നമുക്ക് MDRT എന്ന് പറയുന്ന ആ കാര്യം വെട്ടിപ്പിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഘടകം. അപ്പോൾ ഒരുപാട് സമയം എടുക്കണം. ഷോർട്ട് പീരീഡിൽ, വളരെ ഷോർട്ട് പീരീഡിൽ 90 ദിവസം കൊണ്ട് HNI കസ്റ്റമറുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നതിനുള്ള 90 ദിവസത്തെ റോഡ് മാപ്പ് ഉണ്ടാക്കുക. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് റോഡ് മാപ്പ് ഉണ്ടാക്കുന്നത്. പക്ഷെ എന്തൊക്കെ പോയിന്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രമേ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത 90 ദിവസം HNI കസ്റ്റമറുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നതിനുള്ള 90 ദിവസത്തെ ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കി. ഇപ്പോഴും പല ആളുകൾ ഇപ്പൊ നോക്കും, ഞാൻ ഏകദേശം ഒരു 60% കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അടുത്ത കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള റോഡ് മാപ്പ് എന്റെ കയ്യിലുണ്ട്. ആരെയൊക്കെ കാണണം എന്നുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ആ സമയമാകുമ്പോഴേക്കും അവിടെ എത്തുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് 90 ഡേയ്സിൽ നമ്മൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് അടുത്ത ഡിഫൈൻ യുവർ 90 ഡേയ്സ് റോഡ് മാപ്പ്. ഫസ്റ്റത്തെ എന്തായിരുന്നു പറഞ്ഞു? ആദ്യം മൈൻഡ് അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ചെയ്യണം. ഒന്നാമത്തെ പോയിന്റ് അതായിരുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഇനി അങ്ങനെ നിങ്ങൾ മൈൻഡ് സെറ്റ് കറക്റ്റ് ചെയ്താൽ പിന്നെ ചെയ്യേണ്ട കാര്യം അടുത്ത 90 ദിവസം കൊണ്ട് HNI കസ്റ്റമറുടെ വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു റോഡ് മാപ്പ് റെഡിയാക്കാം. റെഡിയാണോ? ഇപ്പൊ എല്ലാവരും റെഡിയാണെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് മിണ്ടാതിരിക്കും സ്വാഭാവികമായിട്ടും. കുറെ പേരൊക്കെ തമ്പൊക്കെ കാണിക്കും. പക്ഷെ ഇതൊക്കെ ചെയ്യേണ്ടത് നിങ്ങളാട്ടോ. പുഷ്കല മാഡം തമ്പ് കാണിച്ചിട്ടുണ്ട്, സന്തോഷം. കുമാരൻ സാറ് കാണിച്ചിട്ടുണ്ട്. കുറെ പേരിങ്ങനെ കമ്പ് കാണിക്കുന്നുണ്ട്. ഹാപ്പി. അപ്പൊ അടുത്ത 90 ദിവസത്തേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കുക. ദെൻ അടുത്ത എന്താ? ഇനി അല്ലേ, ഇതാണ് വലിയ ചാലഞ്ച്. ഞാൻ എപ്പോഴും പറയും, ഞാൻ പണ്ട് കുറച്ച് ദിവസം മുമ്പ് ലുഗിയുടെ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിരുന്നു, ഒരു LIC ഏജന്റ് നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് പ്രോസ്പെക്ടിങ്. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഘടകം റിസർച്ചിങ് ആൻഡ് ഐഡന്റിഫൈങ് പ്രീമിയം പ്രോസ്പെക്ട്. എന്താണ്? നമ്മളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്ന പ്രോസ്പെക്റ്റിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. പ്രീമിയം പ്രോസ്പെക്റ്റിനെ. ഇപ്പൊ നമുക്കൊരു ഒരു പ്രോസ്പെക്റ്റിന്റെ ഇടയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആ പ്രോസ്പെക്റ്റിന്റെ ഇടയിൽ വർക്ക് ചെയ്തിട്ട് നമ്മളൊരു സാമ്രാജ്യം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇപ്പൊ നോക്ക്, നമ്മൾ ഇപ്പൊ വർക്ക് ചെയ്യുന്ന പ്രോസ്പെക്ട് ആരാണെന്ന്, ആ പ്രോസ്പെക്ട് ആരൊക്കെയാണ്, ഏതൊക്കെ ലെവലിലുള്ള ആൾക്കാരാണ്, അത് ലേബർ ക്ലാസ്സിലുള്ള ആൾക്കാരാണോ, ബിസിനസ്സുകാരാണോ, HNI ആണോ, NRI ആണോ ഒക്കെ നമുക്കറിയാം. അപ്പൊ ആ ഇടയിൽ വർക്ക് ചെയ്തിട്ട് നമ്മളൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടുണ്ടാവും. പക്ഷേ അടുത്ത 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ MDRT എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെങ്കിൽ എന്ത് വേണം? റിസർച്ച് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. ആരെ? പ്രീമിയം പ്രോസ്പെക്ട്സിനെ. അപ്പൊ HNI കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നതിനുള്ള പ്രോസ്പെക്ടിങ് രീതികൾ എന്തൊക്കെയാണ്? ഇതൊരു വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്പൊ എന്റെ കയ്യിൽ കുറച്ച് പ്രോസ്പെക്ട് ഉണ്ട് സാറേ, പക്ഷെ അവരെ വെച്ചുകൊണ്ട് എനിക്ക് MDRT ആവാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. അങ്ങനെയല്ലേ ഇപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ്? ഇപ്പൊ എന്റെ കയ്യിൽ കുറച്ച് പ്രോസ്പെക്ട് ഉണ്ട്, എന്ന് ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും, എപ്പോൾ അവരിൽ നിന്ന് ബിസിനസ് കിട്ടും എന്നതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പൊ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? അങ്ങനെ നമ്മൾ ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കിയാൽ നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോസ്പെക്ടിങ്, പ്രീമിയം പ്രോസ്പെക്ടിന്റെ ഇടയിൽ അവരെ കണ്ടെത്തുന്നതിനുള്ള, HNIനെ കണ്ടെത്തുന്നതിനുള്ള പ്രോസ്പെക്ടിങ് മെത്തേഡുകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു അവബോധം നമുക്ക് ഉണ്ടായിരിക്കണം. ഇല്ലേ? പാടത്ത് ക്രിക്കറ്റ് കളിച്ചിട്ട് ഓടിപ്പോയിട്ട് IPLക്ക് അവസരം കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നിലവിലുള്ള കസ്റ്റമേഴ്സിന്റെ ഇടയിൽ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഇത്ര കാലം എന്താവാൻ പറ്റിയിട്ടില്ല? MDRT ആവാൻ പറ്റിയിട്ടില്ല, അല്ലെ? പക്ഷെ പുതിയ HNI പ്രോസ്പെക്ടിനെ കണ്ടെത്താനുള്ള കുറച്ച് വഴികൾ നമുക്കുണ്ട്, ഇല്ലേ? ആ വഴികളിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കുന്ന സമയത്ത് അടുത്ത 90 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതിന്റെ രീതികൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. മൂന്നാമത്തെ പോയിന്റ് എന്താ? റിസർച്ചിങ് ആൻഡ് ഐഡന്റിഫൈങ് പ്രീമിയം പ്രോസ്പെക്ട്. മനസ്സിലാവുന്നുണ്ടോ ശിവൻ സാറേ? അപ്പൊ നമ്മള് HNI കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നതിനുള്ള പ്രോസ്പെക്ടിങ് രീതികൾ പഠിക്കണം, അല്ലെ?
അല്ലാണ്ട് കുതിരയെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ MDRT എന്ന് പറയുന്ന ആ കുതിരയെ നമ്മൾ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ചില പ്രോസ്പെക്ട്സ്, നിലവിലുള്ള പ്രോസ്പെക്ട്സ് ആണെങ്കിൽ അവർ നമ്മളെ തടഞ്ഞു നിർത്തും, നമ്മളാവില്ല. പ്രോസ്പെക്ടിങ് പോലുള്ള MDRT, പ്രോസ്പെക്ടിങ് MDRTയിൽ മാത്രം വരും. അപ്പൊ നമുക്ക് ഇത്തവണ എന്ത് വേണം, 90 days കൊണ്ട് നമുക്ക് ഇതിനുള്ള HNI കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നതിനുള്ള പ്രോസ്പെക്ടിങ് രീതി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് അശ്വമേധത്തിൽ പങ്കെടുക്കുന്നതിനുള്ള മൂന്നാമത്തെ കാര്യം. ഈ നാലാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് അതോറിറ്റി. അല്ലേ? ഇപ്പൊ നമുക്ക് സാധാരണ കസ്റ്റമറുടെ ഇടയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തടച്ചാൽ എന്ത് കിട്ടുന്ന അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പോളിസി എടുക്കും. പക്ഷെ പ്രീമിയം സെല്ലിംഗ് സീക്രട്ടിനകത്ത് അത് വർക്ക്ഔട്ട് ആവുകയില്ല. കാരണം നമ്മളെ കുറിച്ച് ഒരു വിശ്വാസം വന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? HNI കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോളിസി എടുക്കില്ല. അവർക്കൊരു വിശ്വാസം നമ്മുടെ പുറത്തുണ്ടായില്ല. കമ്പനിയൊക്കെ ഓക്കെയാണില്ല, LIC ഒക്കെ തന്നെയാണ്, അടിപൊളിയൊക്കെ തന്നെയാണ്. പക്ഷെ വിൽക്കാൻ പോകുന്ന ഏജൻസിന്റെ പുറത്ത് അവർക്കൊരു വിശ്വാസം വന്നിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവർ നമ്മുടെ കയ്യിൽ നിന്ന് അംബികയെ പോളിസി വാങ്ങില്ല, അവർ വേറെ ആളുകളെ സെർച്ച് ചെയ്യും. അപ്പൊ ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് അതോറിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വിശ്വാസം ഉണ്ടാവണം. വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു അതോറിറ്റി മൈൻഡിൽ അവർ കേൾക്കും. അപ്പൊ HNI കസ്റ്റമേഴ്സിന്റെ വിശ്വാസം എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ നോക്കൂ, നമ്മൾ ചെറിയ പോളിസിയും വിറ്റിട്ടുണ്ട്, വലിയ പോളിസിയും വിറ്റിട്ടുണ്ട്, അല്ലെ? ഒരു 5 ലക്ഷമൊക്കെ വർഷത്തിൽ പ്രീമിയം അടയ്ക്കത്തക്ക രീതിയിൽ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമുക്ക് പ്രീമിയം കിട്ടണമെങ്കിൽ നമ്മൾ ഒരു 50,000 വർഷത്തിൽ അടയ്ക്കുന്ന കസ്റ്റമറുടെ ഒരു മൈൻഡ് സെറ്റിലായിരിക്കില്ല അവർ ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു ട്രസ്റ്റ് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം, അല്ലെ? ഇപ്പൊ നമുക്ക് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരുപാട് ഇപ്പൊ ഓസ്ട്രേലിയക്കെതിരെയുള്ള ടീമിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കളിക്കാരനും ഓരോ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് ആ ഒരു ടീമിനെ സെലക്ട് ചെയ്യുന്നത്. നിലവിൽ 2 വേൾഡ് കപ്പ് നേടിത്തന്ന രോഹിത് ശർമ്മയെ പുറത്താക്കി ഇപ്പൊ ക്യാപ്റ്റനാക്കി വേറൊരാളെ എടുത്തു കഴിഞ്ഞു. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് പോലെ തന്നെ HNI കസ്റ്റമേഴ്സിന്റെ ഇടയിൽ വിശ്വാസം എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിന്റെ ഒരു ചിന്ത നമ്മളുടെ കയ്യിൽ വേണം. അങ്ങനെ വിശ്വാസം നേടിയെടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന തൊഴിലിനകത്ത് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി നമ്മൾ ആ ജോലിയിൽ നിന്ന് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പുറത്ത് പൈസ ഉള്ള ആളുകളൊക്കെ കാണാൻ കഴിയുമെങ്കിൽ അവർക്കൊരു ട്രസ്റ്റ് ഉണ്ടാവും, നമ്മളെ റെക്കമെൻഡ് ചെയ്യാൻ ആളുണ്ടാവും. അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം HNI കസ്റ്റമേഴ്സിന്റെ ഇടയിൽ, അല്ലെ, എങ്ങനെ ഒരു വിശ്വാസം നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് അതോറിറ്റി ആണ് അതിന്റെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താ? ഇപ്പൊ നോക്കൂ, വിശ്വാസം കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ പ്രൂവ് ആവുക? ഈ പോയിന്റും അടുത്ത് കഴിഞ്ഞു പോയ പോയിന്റും നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നാണെന്ന് തോന്നും. ബിൽഡിംഗ് ട്രസ്റ്റ് ഫ്രം ദ ഫസ്റ്റ് ഹാൻഡ് ഷേക്ക്. ബിൽഡിംഗ് ട്രസ്റ്റ് ഫ്രം ദ ഫസ്റ്റ് ഹാൻഡ് ഷേക്ക്, അല്ലെ ജോസ് സാറെ? നമ്മളൊരു HNI കസ്റ്റമറെ ആദ്യമായിട്ട് കാണാൻ പോയിട്ട് ആദ്യമായിട്ട് അയാളെ കാണാൻ പോകുന്ന ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ കസ്റ്റമറുടെ വിശ്വാസം പിടിച്ചു പറ്റണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രസന്റേഷൻ സ്കില്ലും അതിനനുസരിച്ചുള്ള ഡയലോഗും അവരോട് എന്താ പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംഗതിയുണ്ട്. അപ്പൊ ചില കേസിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബൈജുവിന്റെ അടുത്ത് മേലെ വിശ്വാസം ഉണ്ടാവും, പക്ഷെ കാണാൻ ചെല്ലുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാനും കാര്യങ്ങൾ നമുക്ക് അവരുടെ മുമ്പിൽ അവർ ആഗ്രഹിക്കത്തക്ക രീതിയിലുള്ള ഒരു അഡ്വൈസർ അല്ല എന്നുള്ളൊരു ഫീൽ അവർക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഷേക്ക് ഹാൻഡിൽ തന്നെ എന്ത് സംഭവിക്കും? ഇയാൾ വന്നിട്ട് എന്തൊക്കെ നമ്മൾ ചിലർ പറയാറില്ലേ, ധാരാളം ഏജൻസ് വരാറുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് പൊയ്ക്കോ എന്ന് പറയും. അപ്പൊ ഇതിനകത്ത് ഈ രണ്ട് സംഗതിയിലും ഡിഫറൻറ്റ് ഉണ്ട്. വിശ്വാസം നേടിയെടുക്കാനുള്ള പോയിന്റുകൾ വേറെയാണ്, ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ കസ്റ്റമറുടെ വിശ്വാസം എങ്ങനെ പിടിച്ചുപറ്റാമെന്ന് പറയുന്ന ടെക്നിക്ക് വേറെയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മളൊരു പഠനം നടത്തി ഇതിൽ നമ്മളൊന്ന് എക്സ്പേർട്ട് ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോ ബിൽഡിംഗ് ട്രസ്റ്റ് ഫ്രം ദ ഫസ്റ്റ് ഷേക്ക് ആൻഡ് ഇതിലെന്താ? ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് അതോറിറ്റി. വിശ്വാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കും, ഒരു അതോറിറ്റി ഒക്കെ നമുക്ക് പറയാം. അപ്പൊ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മാർക്കറ്റിൽ എങ്ങനെ മൂവ് ചെയ്യണു, നമ്മൾ എന്ത് റിസൾട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ തൊഴിലിനകത്ത്, എന്തൊക്കെയാണ് നമ്മളുടെ അറിവുകൾ, എന്തൊക്കെയാണ് നമ്മളുടെ നോളേജ്, എന്തൊക്കെയാണ് നമ്മളുടെ ക്വാളിഫിക്കേഷൻ, നമ്മൾ നേടിയെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ? ചില ഏജൻസിനെയൊക്കെ കണ്ടിട്ടില്ലേ, ഇല്ലേ? നമ്മുടെ പിന്നെ എലൈറ്റ് ക്ലബിലുള്ള നമ്മുടെ സുനിലകുമാരി മാഡം ഈ ഇടയ്ക്ക് നമ്മുടെ ഏഷ്യാനെറ്റിൽ അവരൊരു അവാർഡ് വാങ്ങിയിരുന്നു. ഇതുപോലെ അതൊക്കെ ട്രസ്റ്റ് ബിൽഡിങ്. ചിലപ്പോൾ അവരെ കണ്ടിട്ടുണ്ടാവില്ല ചില കസ്റ്റമേഴ്സ്, പക്ഷെ എങ്കിൽ ആ ന്യൂസ് ഒക്കെ കാണുന്ന സമയത്ത്, അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്ന സമയത്ത്, യൂട്യൂബ് ചാനലിൽ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്ന സമയത്ത്, അടുത്തുള്ള ഏതെങ്കിലും യൂട്യൂബ് ഒക്കെ ചെയ്യുന്ന പയ്യന് നല്ല റീച്ചുള്ള യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ കയറി ഇരുന്ന ഒരു കുറച്ച് പൈസ കൊടുത്ത് അവർ നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ എടുക്കും, നമ്മുടെ നേട്ടങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെയൊക്കെ നമുക്ക് റീച്ച് ആവാൻ പറ്റും, ഒരു ട്രസ്റ്റ് ഒക്കെ മാർക്കറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അങ്ങനെ ട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ അവരെ കാണാൻ പോകുന്ന സമയത്ത് പിന്നെ നമ്മുടെ കയ്യിലായിരിക്കുന്നു പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ. നമ്മൾ എങ്ങനെയാണ് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മൾ എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നത്, അവർക്ക് ആവശ്യമുള്ള
ഒരു സാമ്പത്തിക ആസൂത്രണത്തെ കുറിച്ച് എങ്ങനെയാണ് അവരുടെ മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നതൊക്കെ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഫസ്റ്റ് ഷേക്ക് ഹാൻഡിൽ തന്നെ നമ്മളുടെ പുറത്തൊരു വിശ്വാസം എങ്ങനെ പിടിച്ചു പറ്റാം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കണം. ഇനി ആക്റ്റീവ് ലിസണിങ്, ദ സീക്രട്ട് വെപ്പൺ ഓഫ് എലൈറ്റ് അല്ലെ? ആക്റ്റീവ് ലിസണിങ് ദ സീക്രട്ട് വെപ്പൺ ഓഫ് എലൈറ്റ് എന്ന് പറയും. അതായത് വലിയ വലിയ പ്രീമിയം തരുന്ന കസ്റ്റമറുടെ ഇടയിൽ ചെല്ലുമ്പോൾ നമ്മൾ ആരായിരിക്കണം? മികച്ച ഒരു കേൾവിക്കാരനാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവണം. സാധാരണ ഒരു LIC ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് അഡ്വൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കസ്റ്റമറുടെ മനസ്സിലൊരു സംഗതി ഉണ്ട്, ധാരാളം സംസാരിക്കുന്ന ആളുകൾ അല്ലേ? നമ്മൾ അവർക്ക് അവർ പറയുന്നത് കേൾക്കാനൊന്നും റെഡി ആവാതെ നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുക ചെയ്യുക. പക്ഷെ എലൈറ്റ് കസ്റ്റമേഴ്സ് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, ആക്റ്റീവ് ലിസണിങ്. മികച്ച ഒരു കേൾവിക്കാരെയാണ് എല്ലാവർക്കും. അപ്പൊ നോക്കൂ, ഞാൻ പറയുന്നത് കേൾക്കുന്ന ആളുകളെയാണ് എനിക്കിഷ്ടം അല്ലെ? എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഇവിടെ ഓരോരുത്തരും 380 പേരുണ്ട്. നമ്മൾ പറയുന്നത് കേൾക്കുന്ന ആളുകളെയാണ് എല്ലാവർക്കും ഇഷ്ടം. അതേപോലെ തന്നെയാണ് പ്രീമിയം കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ. ഇപ്പൊ നോർമൽ ഒരു കസ്റ്റമറുടെ ഇടയിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും? അവർക്ക് നമ്മൾ പറയുന്നത് തന്നെയായിരിക്കും കാര്യം. പക്ഷെ HNI കസ്റ്റമേഴ്സിന്റെ ഇടയിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ കുറെ ആളുകൾ ഉണ്ടാവും. ഡിസിഷൻ മേക്കേഴ്സ്, ചിലപ്പോൾ ഓഡിറ്റർ ഉണ്ടാവും, അവരുടെ ടാക്സ് കൺസൾട്ടന്റ് ഉണ്ടാവും, ഫാമിലിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്താ ചെയ്യാ? അവർ ഇതിനെ കുറിച്ചൊക്കെ നമ്മളോട് ഒരു ഡിസ്കഷൻ നടത്തും. അപ്പൊ ഒരു ആക്റ്റീവ് ലിസണർ ആവാൻ, ഇല്ലെങ്കിൽ ഒരു പ്രീമിയം സെല്ലിംഗ് സീക്രട്ടിനകത്ത് ഒരു ആക്റ്റീവായിട്ട് ഒരു കേൾവിക്കാരനാവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഫ്രെയിം ചെയ്ത് വെക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ധാരണയും നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു പ്രീമിയം സെല്ലിംഗ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മികച്ച ഒരു കേൾവിക്കാരനാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആക്റ്റീവ് ലിസണിങ്, ദ സീക്രട്ട് വെപ്പൺ ഓഫ് എലൈറ്റ് അല്ലെ? ഞാനൊരു സ്ഥലത്ത് എനിക്കൊരാളൊരു 7.25 ലക്ഷം പ്രീമിയം ഒരു 1.5 വർഷം മുമ്പ് തന്നിരുന്നു. എന്റെ ഏകദേശം ഞങ്ങൾ പരിചയമുള്ള ഒരാളൊക്കെയാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോ എനിക്ക് കാര്യമായിട്ട് സംസാരിക്കാനും തോന്നിയില്ല. അങ്ങേര് കുറെ രാജ്യങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി, കുറെ വിഷൻസും കുറെ കാര്യങ്ങളുള്ള ആള്. ഇന്നിപ്പോ എന്താന്ന് വെച്ചാൽ എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞു, ബൈജു ചെറിയ കുട്ടി, ഒരു ചെറിയ മൂന്നാമത്തെ കുട്ടി ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിയുടെ പേരിൽ ബാങ്കുകാർ ആരോ ഒരു പോളിസി ക്യാൻവാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനേക്കാൾ നിന്റെ കയ്യിൽ നല്ല പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുക. കാരണം ഏകദേശം ഇപ്പൊ 7.25-8 ലക്ഷം രൂപ പ്രീമിയം എന്റെ അടുത്ത് അടയ്ക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഒരു 1.5 മണിക്കൂർ സംസാരിച്ചപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് ഒക്കെ സംസാരിക്കുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. പിന്നെ നമ്മളവിടെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഒരു ആക്റ്റീവ് ലിസണർ ആവുക എന്നുള്ളത് ഇനിയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ വലിയ വലിയ പ്രീമിയം ഒക്കെ വിൽക്കാൻ വേണ്ടി HNI കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അതൊരു വലിയ ഘടകമാണ്. അപ്പൊ അതിന് കുറെ പാറ്റേൺ ആയിട്ടുള്ള കുറച്ച് സ്ട്രക്ചർ ഉണ്ട്. ഇതിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ബിൽഡിംഗ് ട്രസ്റ്റ് ത്രൂ സ്റ്റോറി ടെല്ലിംഗ് അല്ലേ? ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നു, നല്ല കഥകൾ പറയാൻ കഴിയുന്ന ആൾക്കാണ് നല്ലൊരു വിൽപ്പനക്കാരനാവാൻ പറ്റുന്നത്. ചിലപ്പോൾ നമ്മൾ ലോജിക്കലായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഇത് കസ്റ്റമേഴ്സിന് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ നമ്മൾ ചിലപ്പോൾ ശരിക്കും ഒരു റിയൽ ലൈഫ് സ്റ്റോറി ഒക്കെ പറയുമ്പോൾ എന്ത് സംഭവിക്കും ഇവർക്ക്? അപ്പൊ ഇൻഷുറൻസിനെ കുറിച്ച് റിയൽ ലൈഫ് സ്റ്റോറി ഒക്കെ പറയാൻ കഴിവുള്ള ഒരാളായിട്ടിരിക്കുക. അപ്പൊ നമ്മൾ ചിന്തിക്കും, HNI കസ്റ്റമർ റിയൽ ലൈഫ് സ്റ്റോറി ഒക്കെ കേൾക്കാനിരിക്കുന്നു. ഉറപ്പായിട്ട് എന്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, കുറേയൊക്കെ വലിയ പോളിസികളൊക്കെ വിറ്റ് ചെയ്യുന്ന 3-4 വർഷത്തിൽ ഒരു വലിയ പോളിസികളൊക്കെ വിറ്റൊരു ഏജന്റ് എന്ന നിലയിൽ നമ്മൾ ക്രിയാത്മകമായ കഥയിലൂടെ HNI കസ്റ്റമേഴ്സിനെ നമുക്ക് നമ്മുടെ പോക്കറ്റിലാക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അതിനും കുറെ സ്റ്റെപ്പുകളും കുറെ കാര്യങ്ങളുണ്ട്. സ്റ്റോറി ടെല്ലിംഗ് എന്തൊക്കെയാണ്, എന്തൊക്കെ ടൈപ്പിലുള്ള കഥകളാണ് കസ്റ്റമറോട് ആ ഒരു രീതി. ഇപ്പൊ എല്ലാ കഥയും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അവരുടെ വിശ്വാസം നേടിയെടുക്കത്തക്ക രീതിയിൽ എന്തൊക്കെയാണ് ഒരു റിയൽ ലൈഫ് സ്റ്റോറി ഒക്കെ നമുക്ക് പറയാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ഉണ്ടായിരിക്കുന്ന റിയൽ സ്റ്റോറി എന്താ പറയാ? ബിൽഡിംഗ് ട്രസ്റ്റ് ത്രൂ സ്റ്റോറി ടെല്ലിംഗ് അടുത്തൊരു സംഗതി അതാണ്. അപ്പോ ദെൻ ഒബ്ജെക്ഷൻ അല്ലെ? ദ ഹിഡൻ ഡോർസ് ടു സക്സസ്. സാധാരണ ഒരാൾക്ക് വിൽക്കുമ്പോൾ ഒരു ഒബ്ജെക്ഷൻ അല്ല HNI കസ്റ്റമറുടെ ഇടയിൽ വരിക. അപ്പോ അവര് പറയുന്ന കുറെ ഒബ്ജെക്ഷൻ ഉണ്ട്. HNI കസ്റ്റമർ ചോദിക്കുന്ന തടസ്സവാദങ്ങളെ മറികടന്നുകൊണ്ട് നമുക്കത് നേടി. അപ്പൊ HNI കസ്റ്റമേഴ്സ് നോർമലി നമ്മൾ വലിയ പ്രീമിയം ഒക്കെ ക്യാൻവാസ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവർ എന്തൊക്കെ തടസ്സവാദങ്ങളാണ് നമ്മളോട് ഉന്നയിക്കുക, അതിന് എങ്ങനെയൊക്കെയാണ് നമ്മൾ മറുപടി പറയേണ്ടത്, നോർമലി HNI കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒബ്ജെക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇപ്പൊ എത്ര പോയിന്റാ ഞാൻ പറഞ്ഞ്? എന്തൊക്കെ ശ്രദ്ധിക്കണം അശ്വമേധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ? ആരൊക്കെ എഴുതി വെക്കണമെന്ന് ഓരോന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. തമ്പ് കാണിക്കാൻ പറ്റില്ല, അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ വേണം. എത്ര പോയിന്റ് പറഞ്ഞു? എന്തിലൊക്കെ ശ്രദ്ധിക്കണം? ഇത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്
കാരണം പറഞ്ഞു നോക്കൂ, ഇത് ഒബ്ജെക്ഷൻസ് ദ ഹിഡൻ ഡോസ് ടു സക്സസ്. അതായത് ഒബ്ജെക്ഷൻ, HNI കസ്റ്റമർ ചോദിക്കുന്ന കുറെ ഒബ്ജെക്ഷൻസ് ഉണ്ട്, അതിന് നമ്മൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കണം. അപ്പോ അതാണ് അടുത്തതായിട്ട് നമ്മൾ ഈ വലിയ വലിയ പോളിസികൾ വിൽക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇവർ ചോദിക്കുന്ന ഡൗട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചും, ഇല്ലെങ്കിൽ നമ്മളൊരു പ്രീമിയം 5 ലക്ഷം 10 ലക്ഷം പ്രീമിയം അടയ്ക്കാൻ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ അഞ്ച് വർഷത്തേക്ക് 10 ലക്ഷം വെച്ച് 5 വർഷം അടയ്ക്കാൻ പറയുന്ന സമയത്ത് ഇവർ പറയുന്ന കുറെ കോമൺ ആയിട്ടുള്ള ഒബ്ജെക്ഷൻസ് ഉണ്ട്. അത് സാധാരണ ആളുകൾ പറയുന്ന ഒബ്ജെക്ഷൻസ് ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്, HNI കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒബ്ജക്ഷനെ കുറിച്ച്, ദ ഹിഡൻ ഡോസ് ടു സക്സസ്. ഓക്കെ, സ്ക്രീനിൽ എന്തോ വരുന്നുണ്ടോ? ഇപ്പൊ പോയിരുന്നത് സ്ക്രീൻ മങ്ങിപ്പോയോ? ഇല്ലല്ലോ, കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? ടച്ച് ചെയ്തപ്പോ എന്തോ പോയതാണ്. ഓക്കെ, ഇനി എന്താ? അപ്പൊ നമ്മൾ വലിയ കസ്റ്റമേഴ്സിനെ കാണുമ്പോൾ ആഫ്റ്റർ സെയിൽസ് മാസ്റ്ററി, ടേണിംഗ് ക്ലയൻസ് ഇട്ടില്ലേ, കസ്റ്റമർ ഇൻ ടു ക്ലയൻസ് എന്ന് പറയില്ലേ. ആഫ്റ്റർ സെയിൽസ് മാസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫലപ്രദമായി സർവീസ് നൽകിക്കൊണ്ട് HNI കസ്റ്റമേഴ്സിന്റെ റെഫറൽ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ്. ഫലപ്രദമായിട്ട് സർവീസ് കൊടുത്തുകൊണ്ട്, അല്ലെ, നമ്മൾ പോളിസി വിറ്റാൽ മാത്രം പോരല്ലോ, ഫലപ്രദമായ സർവീസ് കൊടുത്തുകൊണ്ട് എങ്ങനെ. അപ്പൊ എന്തൊക്കെയാണ് സാധാരണ, ഇപ്പൊ ഞാൻ പറയാറില്ല, ഇപ്പൊ നോക്കൂ, സാധാരണ നമ്മൾ പല ഷോപ്പുകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഗോൾഡ് കസ്റ്റമർ ആണ്, എലൈറ്റ് കസ്റ്റമർ ആണ്, പ്രീമിയം കസ്റ്റമർ ആണ്, സിൽവർ കസ്റ്റമർ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ തരംതിരിക്കും. ചില സ്ഥലത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ഷോപ്പുകളിലൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഗോൾഡ് കസ്റ്റമർ ആവും, അല്ലെങ്കിൽ എലൈറ്റ് ആവും, പ്ലാറ്റിനം ഒക്കെ ആവും. അതേപോലെ തന്നെയാണ് നോർമൽ ഒരാൾക്ക് കൊടുക്കുന്ന സർവീസ് ആർക്ക് കൊടുത്താൽ പോരാ? ഈ പറയുന്ന HNI കസ്റ്റമേഴ്സിന് കൊടുത്താൽ പോരാ. വലിയ വലിയ പ്രീമിയം തരുന്ന കസ്റ്റമേഴ്സിന് ഫലപ്രദമായിട്ട് സർവീസ്. അപ്പൊ നല്ല സർവീസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ അതിന് എന്തൊക്കെ ടൈപ്പ്, ഏതൊക്കെ രീതിയിലുള്ള സർവീസാണ് കൊടുക്കേണ്ടത്, അതിന് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിന്റെ സോഫ്റ്റ്വെയറും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ആഫ്റ്റർ സെയിൽസ് മാസ്റ്ററി എന്ന് പറയുന്നത് ടേണിംഗ് കസ്റ്റമർ ഇൻ ടു ക്ലയന്റ് എന്നാ പറയാം. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കസ്റ്റമറും ക്ലയന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്, അല്ലേ? അതായത് കസ്റ്റമർ എല്ലാ ആളുകളുടെ കയ്യിൽ നിന്നും വാങ്ങും, ആരൊക്കെ പോയി പോളിസി ചോദിച്ചാലും കൊടുക്കും. പക്ഷെ നല്ല സർവീസ് കൊടുത്ത് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ എന്താ സംഭവിക്കുക? അവർ നമ്മളുടെ ക്ലയന്റ് ആവും. ക്ലയന്റ് ഒരിക്കലും നമ്മളുടെ കയ്യിൽ നിന്ന് മാത്രമേ വാങ്ങുള്ളൂ. അവരത് കൂടാതെ ക്ലയന്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഗുണം എന്താ? നമുക്ക് കുറെ റെഫറൻസ്, അവരുടെ കൂട്ടത്തിലുള്ള വലിയ വലിയ പ്രീമിയം എടുക്കാൻ പറ്റുന്ന ആളുകൾക്കുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ അളവിൽ പ്രീമിയം എടുക്കാൻ പറ്റുന്ന ഒരു സുഹൃത്ത് വലയം അവർക്കുണ്ടാവും. അപ്പൊ നമ്മൾ അടുത്ത് പഠിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ സെയിൽസ് മാസ്റ്ററി, ഒരു പോളിസിയുടെ വിൽപ്പനയ്ക്ക് ശേഷം ആ കസ്റ്റമറെ നമ്മളുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഏതൊക്കെ ടൈപ്പിലുള്ള സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. നമ്മളിൽ ഇപ്പൊ ഒരു മാരുതിയുടെ ഒരു സാധാരണ, ഇപ്പൊ എന്റെ കയ്യിൽ 2 വണ്ടിയുണ്ട്. ഒന്ന് ദീപയ്ക്ക് വാങ്ങിയ മാരുതിയുടെ എക്സ്പ്രസോ ആണ്, ഒന്ന് എനിക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ടൊയോട്ടയുടെ ഹൈ റൈഡറും ആണ്. രണ്ടും തമ്മിൽ മാരുതിയുടെ വില ഒരു 7 ലക്ഷം ആണെങ്കിൽ ഹൈ റൈഡറിന്റെ വില ഒരു 26 ലക്ഷമാണ്. അപ്പൊ ടൊയോട്ടയും ഈ 2 വണ്ടിക്കും എനിക്ക് കിട്ടും. രണ്ടും കാറ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ രണ്ടും ഡിഫറെന്റ് കമ്പനിയുടെയാണ്. പക്ഷെ പ്രീമിയം വെഹിക്കിളിന് തരുന്ന സർവീസ് വേറെയാണ്, മാരുതിക്ക് കിട്ടുന്ന വേറെയാണ് സർവീസ്. അപ്പൊ ബെൻസിന് കിട്ടുന്ന അതേ, ഇപ്പൊ ഒരു ബെൻസോ ഓടിക്കോ കിട്ടുന്ന സർവീസ് അല്ല എനിക്ക് അവർ ഹൈ റൈഡറിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ നമ്മൾ പ്രീമിയം സെല്ലിങ്ങിലേക്ക് മാറുമ്പോൾ അവർക്ക് കൊടുക്കുന്ന സർവീസിന്റെ രീതികളും വ്യത്യാസമായിരിക്കണം. അപ്പോൾ ഫലപ്രദമായിട്ട് സർവീസ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താ? നമുക്ക് റെഫറൽ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ്, അല്ലെ? എങ്ങനെ മറ്റുള്ളവരെ നമുക്ക് അവർ കാണിച്ചു തരും. അപ്പൊ അതെങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ദെൻ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പേഴ്സണൽ ബ്രാൻഡിങ് ഫോർ ഇൻഷുറൻസ് അഡ്വൈസർ, അല്ലെ? അപ്പൊ നിങ്ങളുടെ നാട്ടില് ഇൻഷുറൻസ് വിൽപ്പനയിൽ ഇപ്പൊ നോക്കൂ, ജോയ് സാറാണ് ആ ഏരിയയിൽ, ജോയ് സാർ ബിസിനസ് ചെയ്യുന്ന സ്ഥലത്ത് സാറാണ് ഏറ്റവും ഒരു ബ്രാൻഡായിട്ട് നിൽക്കുന്നതെങ്കിൽ ആരൊക്കെ ചെന്ന് ഇൻഷുറൻസ് പോളിസി പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തും. അപ്പൊ ഒരു പേഴ്സണൽ ബ്രാൻഡ്, കാരണം LIC, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കമ്പനി നമ്മൾ ബ്രാൻഡ് ചെയ്യേണ്ട, ഓൾറെഡി അതൊരു ബ്രാൻഡാണ്. ഇവിടെ എന്ത് വേണം? നമ്മൾ ബിസിനസ് ചെയ്യുന്ന അതാത് ഏരിയകളിൽ, അല്ലെങ്കിൽ ആ സർക്കിളിനകത്ത് നമ്മളെ എല്ലാവരും അറിയത്തക്ക രീതിയിൽ, നമ്മൾ 24/7 നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങിയാലും നമ്മളുടെ കാര്യങ്ങൾ അറിയത്തക്ക രീതിയിൽ നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡായിട്ട് ഒരു ഇൻഷുറൻസ് അഡ്വൈസ് മാറണം. പുതിയ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എങ്ങനെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. പുതിയ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച്, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എങ്ങനെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാം,
അതെങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രം ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്ട് എന്താ? അശ്വമേധമാണ് അല്ലേ? നമ്മൾ പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ, വലിയ പ്രീമിയം കസ്റ്റമേഴ്സിനെ ഉഷ മാഡം നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംഗതികളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചില ചില പ്രീമിയം കസ്റ്റമേഴ്സിനെ കിട്ടുന്നത്. നമുക്ക് ഇനി എന്താ, അടുത്ത 90 ദിവസത്തെ റോഡ് മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് MDRT കംപ്ലീറ്റ് ചെയ്യണം ബിന്ദു മാഡം. അതാണ് നമ്മളൊരു ഐഡിയ. 90 ഡേയ്സ് ആണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പേഴ്സണൽ ബ്രാൻഡ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിന് കുറെ കാര്യങ്ങളുണ്ട്. അടുത്ത എന്താ? ക്ലോസിംഗ് ദ ഡീൽ വിത്ത് കോൺഫിഡൻസ് അല്ലെ? പലർക്കും പ്രധാനമായിട്ട് സംഭവിക്കുന്ന കാര്യം എന്താ? ധാരാളം ക്യാൻവാസിംഗ് ഒക്കെ നടത്തുന്നുണ്ട്, പക്ഷെ സാറേ ക്ലോസ് ചെയ്ത് കിട്ടുന്നില്ല. ഞാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത കാലം തൊട്ട് ഏറ്റവും കൂടുതലായിട്ടൊരു ആളുകൾ, ഏജൻസി സുഹൃത്തുക്കൾ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ധാരാളം ആളുകളെയൊക്കെ കാണുന്നുണ്ട് സാറേ, പക്ഷെ എന്ത് കിട്ടുന്നില്ല? അത് ക്ലോസ് ചെയ്ത് കിട്ടുന്നില്ല. അപ്പൊ വലിയ വലിയ പ്രീമിയം ആത്മവിശ്വാസത്തോടു കൂടി ക്ലോസ് ചെയ്യാൻ കുറെ വഴികളുണ്ട്. അപ്പൊ ആ വഴികളെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചിരിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ആത്മവിശ്വാസത്തോടു കൂടി ഇപ്പൊ നമുക്ക് ചെറിയ പോളിസികളൊന്നും ക്ലോസ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. എന്തടച്ചാൽ എന്ത് കിട്ടും? നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് 1 ലക്ഷം 2 ലക്ഷം സമ്മേഷോടോ ഇപ്പൊ നമുക്കൊരു നമ്പർ ഓഫ് പോളിസിയൊക്കെ നന്നായിട്ട് രാവിലെ ഇറങ്ങിയിട്ട് കുറെ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും. പക്ഷെ വലിയ പോളിസികളൊക്കെ വരുന്ന സമയത്ത് ഒറ്റ സിറ്റിങ്ങിലൊന്നും ഈ സംഗതി നടക്കില്ല. അപ്പൊ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു ക്ലോസിംഗ് നടത്തണമെങ്കിൽ അതിന് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ക്ലോസിംഗ് ടെക്നിക്സ് പലരും പറയും, ഇപ്പൊ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന കസ്റ്റമറുടെ മൈൻഡ് സെറ്റിനനുസരിച്ചൊക്കെയാണ്. പക്ഷെ എങ്കിലും വലിയ ബിസിനസ്സുകളൊക്കെ ക്ലോസ് ചെയ്ത നിങ്ങളുടെ അറിയുന്ന ഏജൻസി സുഹൃത്തുക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിന് ചില ചില വഴികളൊക്കെ, കുറുക്കു വഴികളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ക്ലോസിംഗ് ദ ഡീൽ വിത്ത് കോൺഫിഡൻസ് അല്ലെ? ആർക്ക് കോൺഫിഡൻസ് വേണം? അപ്പൊ ഏജൻസിനും കോൺഫിഡൻസ് വേണം, കസ്റ്റമർക്കും കോൺഫിഡൻസ് ഉണ്ടായാലും ഈ പോളിസി ക്ലോസ് ആവുള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആത്മവിശ്വാസത്തോടു കൂടി സെയിൽസ് ക്ലോസ് ചെയ്യാനുള്ള വഴികൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്ത എന്താ? ദ ആർട്ട് ഓഫ് പ്രൊഫഷണൽ ഫോളോ അപ്പ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വലിയ പൈസ ഇരിക്കുന്നത് ഫോളോ അപ്പിലാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു HNI കസ്റ്റമറെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എവിടെയൊക്കെയോ ചില മിസ്സിംഗ് ഒക്കെ വന്ന് പിന്നെ ഇവരെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ HNI കസ്റ്റമേഴ്സിനെ സാധാരണ ഒരു കസ്റ്റമറെ വിളിച്ച് ഫോണിൽ വിളിച്ച് സംസാരിച്ച് ശല്യം ചെയ്യുന്നത് പോലെ വിളിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ലാസ്റ്റ് ഒരു HNI കസ്റ്റമറുടെ അപ്പോയിന്റ്മെന്റ് വാങ്ങിയപ്പോൾ 2 ഗേറ്റ് കഴിഞ്ഞിട്ടാണ് എനിക്ക് അയാളെ കാണാം. കാരണം ഒന്ന്, അയാളുടെ മാനേജറോട് സംസാരിക്കാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് ഓഡിറ്ററെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറഞ്ഞു, എന്നിട്ടാണ് എന്നെ വന്ന് കണ്ടാൽ മതി എന്നാ പറയുന്നത്. അപ്പൊ അവിടെ ഫോളോ അപ്പിന്റെ പാറ്റേൺ മൊത്തം മാറും. മറ്റേത് നമ്മളിപ്പോ ഒരു നോർമൽ കസ്റ്റമറെ കാണുന്ന സമയത്ത് നമ്മൾ പോളിസി എടുപ്പിക്കാൻ ഉദ്ദേശിച്ച ആളെ തന്നെ കുറെ തവണ ഫോൺ വിളിക്കുകയും കുറെ തവണ പോയി കാണുകയൊക്കെ ചെയ്താൽ മതി. പക്ഷെ ഒരു HNI കസ്റ്റമറെ അങ്ങനെ കാണാൻ പറ്റില്ല. HNI കസ്റ്റമറെ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് അറിഞ്ഞിരിക്കണം. ദ ആർട്ട് ഓഫ് പ്രൊഫഷണൽ ഫോളോ അപ്പില് HNI പലരുടെയും ആഗ്രഹമാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇവിടെ HNI കസ്റ്റമേഴ്സിന് പോളിസി വിൽക്കുന്ന ധാരാളം ഏജൻസി സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അതല്ലാത്ത ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത്രയും പോയിന്റുകൾ ഉണ്ടോ ഒരു HNI കസ്റ്റമറെ ഉണ്ട്. ഇത്രയും വലിയൊരു പ്രോസസ്സിലൂടെ കടന്നുപോയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് HNI കസ്റ്റമേഴ്സിനെ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ. ഇടയ്ക്കിടയ്ക്ക് സാറേ അന്ന് പോളിസി എടുക്കാന്ന് പറഞ്ഞില്ല, അതെന്തായി എന്നൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. വാട്സപ്പിൽ ഇടയ്ക്ക് ഗുഡ് മോർണിംഗ് അയച്ച് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. ലോട്ട് ഓഫ് അവിടെ കുറെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫോളോ അപ്പ് മെത്തേഡുകളുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ദ ആർട്ട് ഓഫ് പ്രൊഫഷണൽ ഫോളോ അപ്പ് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അശ്വമേധത്തിനാണ് ഇറങ്ങിത്തിരിക്കുന്നത്, മറക്കണ്ട. ഹാൻഡ്ലിംഗ് പോസ്റ്റ് സെയിൽ ഹെസിറ്റേഷൻ. ഹാൻഡ്ലിംഗ് പോസ്റ്റ് സെയിൽ ഹെസിറ്റേഷൻ. ഇത് HNI കസ്റ്റമേഴ്സിന്റെ ഇടയിൽ വലിയ വലിയ പോളിസികൾ വിൽക്കുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്കൊക്കെ ഓരോരുത്തർക്കും അറിയാം ജോസ് സാർ അല്ലേ, നമ്മൾ പറഞ്ഞ എത്രയോ വലിയ കസ്റ്റമർ നമ്മൾ ആദ്യം ചെന്നപ്പോൾ അവർ യെസ് എന്ന് പറഞ്ഞു, പക്ഷെ പിന്നെ യെസ് എന്ന് പറഞ്ഞത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവർ വേണ്ട എന്ന് പറയുന്നു, മെഡിക്കൽ എടുത്തിട്ട് പൈസ അടയ്ക്കുന്നില്ല. ഇതാണ് ഈ പോസ്റ്റ് സെയിൽ ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവർ ഓക്കെ പോളിസി എടുക്കാന്ന് പറഞ്ഞ് എല്ലാ സംഗതികളും ഒപ്പിട്ട് തന്നു, ഡോക്യുമെന്റ് ഒക്കെ തന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുന്നത് എവിടെയെന്ന് അറിയോ? ഈ NRIസിന് പോളിസി കൊടുക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും? നാട്ടിൽ നിന്നുമ്പോൾ ബിന്ദു മേഡം നമ്മുടെ അടുത്ത് പോളിസി എടുക്കാന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും. ഗൾഫിൽ പോയാൽ എന്താ സംഭവിക്കുന്നത്? എത്രയോ പോളിസികൾ നമുക്ക് അങ്ങനെ മിസ്സായിട്ടില്ലേ? ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട ഫ്രണ്ട്സിന്റെ ഇടയിൽ ചർച്ചയാവും, അങ്ങനെ കാര്യങ്ങളൊക്കെ ആവും. അപ്പൊ ഇതിന് നമുക്ക് മറികടക്കേണ്ടിയിരിക്കുന്നത് യെസ് എന്ന് പറഞ്ഞതിന് ശേഷം തീരുമാനം മാറിപ്പോകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ദിസ് ഈസ് ദ പോസ്റ്റ് സെയിൽ ഹെസിറ്റേഷൻ എന്ന് പറയും. നമ്മൾ വിൽപ്പനയൊക്കെ ഉറപ്പാക്കി, നമുക്ക് ആ പോളിസി കിട്ടുന്ന ഉറപ്പായി, സാറേ ഡോക്യുമെന്റ് എല്ലാം തന്നു, കസ്റ്റമർ മെഡിക്കലിന് വന്നു, എല്ലാ സംഗതിയും ചെയ്തു.
അവസാനം മെഡിക്കലിന്റെ ഡിസിഷൻ ഒക്കെ വന്നപ്പോ എന്ത് സംഭവിച്ചു? പിന്നെ കസ്റ്റമർ പറയാണ് പിന്നെ നോക്കാം, എനിക്ക് അവിടെ ഒരു സ്ഥലം വാങ്ങാനുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. 2 3 വർഷങ്ങൾ മുമ്പ്, ഒരു 2 വർഷം മുമ്പ് വരെ കുറേ സംഭവങ്ങൾ മെഡിക്കൽ ചെയ്യും ആളുകൾ പൈസ അറിയും. പക്ഷെ ഈ അടുത്ത കാലത്തൊന്നും സംഭവിച്ചില്ല. ഇതിനെക്കുറിച്ച് ഞാനൊരു പഠനം നടത്തിയപ്പോൾ ഈ പോസ്റ്റ് സെയിൽസ് ഹെസിറ്റേഷൻ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു പഠനം നടത്തിയ ശേഷം കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോ യെസ് എന്ന് പറഞ്ഞതിന് ശേഷം തീരുമാനം മാറിപ്പോവാതിരിക്കാൻ, അശ്വമേധത്തിൽ കുതിര ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് നമ്മൾ നോക്കിയാൽ മനസ്സിലായി ആ രാജ്യത്തിലൂടെ ആ കുതിര കടന്നു പോകുമ്പോൾ ആരും തടയില്ല, എല്ലാം ഓക്കെയാണെന്ന്. പക്ഷെ ആ രാജ്യത്തിന്റെ അതിർത്തി കടക്കാൻ ഒരു 10 കിലോമീറ്റർ ഒക്കെ ബാക്കിയുള്ളുമ്പോഴാ സൈന്യത്തെയൊക്കെ വെച്ച് ഇങ്ങനെ തടസ്സം. ഈ സൈന്യം എന്ന് പറയുന്നത് ചിലപ്പോ ഓഡിറ്റർ ആവാം, ചിലപ്പോ കൂട്ടുകാരന്മാരാവാം, ചിലപ്പോ ഭാര്യയാവാം, ചിലപ്പോ ബന്ധുക്കളാവാം, ചിലപ്പോ ബാങ്ക് മാനേജർ ആവാം. എങ്ങനെ വേണമെങ്കിലും ഈ പോളിസിയുടെ പോസ്റ്റ് സെയിൽസ് ഹെസിറ്റേഷൻ എടുക്കാമെന്ന് പറഞ്ഞ് എല്ലാ സംഗതിയും നമുക്ക് തന്നിട്ട് ഇവന്മാരുടെയൊക്കെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ ആ തീരുമാനം മാറിപ്പോകുന്നു. അങ്ങനെ മാറിപ്പോവാതിരിക്കാൻ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പിനെയാണ് ഹാൻഡ്ലിംഗ് പോസ്റ്റ് സെയിൽ ഹെസിറ്റേഷൻ എന്ന് പറയാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം പ്രീമിയം സെല്ലിങ്ങിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത്. ഇനി എന്താ? ടേണിംഗ് ക്ലയൻസ് ഇൻ ടു അഡ്വക്കേറ്റ്സ്. എന്താ അഡ്വക്കേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടേണിംഗ് ക്ലയൻസ് ഇൻ ടു അഡ്വക്കേറ്റ്സ്. അതായത് നമ്മളുടെ ക്ലയന്റ്, അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് പറഞ്ഞു നടക്കുക എന്ന് പറയാം, വാദിക്കുക. ഇപ്പൊ വക്കീലം, അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വക്കീൽ, നമ്മളെ കുറിച്ച് പറഞ്ഞു നടക്കും. എന്താ? HNI കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് റെഫറൽ നൽകുവാൻ എന്തൊക്കെ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ടേണിംഗ് ക്ലയൻസ് ഇൻ ടു, ഇപ്പൊ നോക്കൂ, ആദ്യം നമ്മുടെ പ്രോസ്പെക്ട് ആവും, പിന്നെ നമ്മളുടെ കസ്റ്റമർ ആവും, നല്ല സർവീസ് കൊടുക്കുമ്പോൾ അവർ നല്ല ക്ലയന്റ് ആവും. അതിന്റെ അപ്പുറത്തുള്ള ഒരു സ്റ്റെപ്പാണ് എന്ത്? നമുക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളായിട്ട് അവർ മാറും. എങ്ങനെയാണ് നമ്മളുടെ ഒരു ക്ലയന്റിനെ അവർ റെഫറൽ അല്ല തരിക, അവർ റെക്കമെൻഡേഷൻ തരും. അപ്പോൾ ടേണിംഗ് ക്ലയൻസ് ഇൻ ടു അഡ്വക്കേറ്റ്സ്, നമ്മളുടെ അഡ്വക്കേറ്റ്സ് ആയിട്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു ചർച്ചയ്ക്കിടയിൽ ഒരു ഇൻഷുറൻസിനെ കുറിച്ച് ആരെങ്കിലും ഒക്കെ പറയുന്ന സമയത്ത് ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുണ്ടോ? ഒരു കാര്യമുണ്ട്. എൻ്റെ ഒരു ഏജന്റ് ഉണ്ട്, വളരെ മിടുക്കനാണ്. അവരെ വിളിച്ച് കണക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് വേണ്ടി സമർത്ഥിച്ച് വാദിച്ച് വേറെ ആർക്കോ പോവേണ്ട ഒരു പോളിസി നമുക്ക് വാങ്ങിത്തരും. അത്തരത്തിലുള്ള കുറെ ക്ലയന്റുകളെ നമുക്ക് ഈ പ്രീമിയം സെല്ലിങ്ങിലുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കുറെ ആളുകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നാണ്? HNI കസ്റ്റമേഴ്സ് റെഫറൽ നൽകുവാൻ എന്തൊക്കെ ചെയ്യണം? പിന്നെന്താ? യുവർ ലോങ് ടേം ഗ്രോത്ത് ബ്ലൂ പ്രിന്റ് അല്ലേ? ഇപ്പൊ നോക്കൂ, ചില ആളുകളെയൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇവിടെ നമുക്ക് കസ്റ്റമർ എടുത്തത്, ഇനി നമുക്കിത് ഏജന്റ് ആണ് കേട്ടോ. ഇനി നമ്മളിലേക്ക് വരാം. ഞാൻ ഇത്ര നേരം കസ്റ്റമറുമായിട്ട് പറയാനുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത്. നോക്കൂ, ദീർഘകാലം വളർച്ച നിലനിർത്താൻ എന്തൊക്കെ ചെയ്യണം? അപ്പൊ ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടില്ലേ, എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ബിസിനസ്സിൽ വന്ന് ഭയങ്കര വിജയങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്ത് ഭയങ്കരമായിട്ട് പേര് കേൾക്കും, അവർ ഇൻഡസ്ട്രിയിലെ ഭയങ്കര ആൾക്കാരാണ്, കുറച്ചു കാലം കഴിഞ്ഞ് അവരെ കാണില്ല. പക്ഷേ ഈ പ്രീമിയം സെല്ലിങ്ങിന്റെ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സീക്രട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരിക്കൽ കിട്ടി, അപ്പൊ നമുക്ക് ഒരു തവണ MDRT ആയി, ആ MDRT വർഷങ്ങളോളം നിലനിർത്തി കൊണ്ടുപോകാൻ. ഞാൻ ഇന്നലെ ഞങ്ങളുടെ റോട്ടറി ക്ലബിന്റെ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു പാലക്കാട്. അല്ല, റോട്ടറി ക്ലബിന്റെ അല്ല, ഞങ്ങൾ PNIയുടെ ഒരു പ്രോഗ്രാമിന് 500 മെമ്പർ ആയതിന്റെ ഒരു സെലിബ്രേഷൻ. അപ്പൊ അവിടെ നമ്മുടെ ഒറ്റപ്പാലം ബ്രാഞ്ചിലെ നമ്മളുടെ ഒരു ഫ്രണ്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ 30 വർഷമായിട്ട് LICയിലുണ്ട്, 25 വർഷമായിട്ടും MDRT ആണ്. 30 വർഷമായിട്ട് അവർ LICയിലുണ്ട്, പക്ഷെ ലാസ്റ്റ് 25 ഇയേഴ്സ് അവർ കണ്ടിന്യൂസ് ആയിട്ട് MDRT ആണ്. ഒറ്റപ്പാലം ബ്രാഞ്ചിൽ ഒരു ഏജന്റ് ആണ്. അവരെ PNIയിലേക്ക് കൊണ്ടുവന്നത് ഞാനാണ്. അപ്പോ ദീർഘകാലം വളർച്ച നിലനിർത്തുക എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും ഒരു ഓളോക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങനെ മടങ്ങിപ്പോണ്ടവരല്ല നമ്മൾ ഈ പ്രീമിയം സെല്ലിംഗ് സീക്രട്ടിനകത്ത് നിൽക്കുന്ന ആളുകൾ. നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു വിജയം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ലോങ് ടേം ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അല്ലെ ബിന്ദു മേഡം? നമ്മൾ ഇടയ്ക്ക് ചോദിക്കില്ല, അയ്യോ ആ കഴിഞ്ഞ വർഷം MDRT ആയി, ഇത്തവണ ഇനി അത് എന്ത് ചെയ്യും? അങ്ങനെയല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദീർഘകാലം ആ വളർച്ച നമുക്ക് നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് യുവർ ലോങ് ടേം ഗ്രോത്ത് ബ്ലൂ പ്രിന്റ്. ഇനി അടുത്തത് എന്താ? ദ ലെഗസി യു ക്രിയേറ്റ്. അങ്ങനെ നമ്മൾ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ഒരു ലോങ് ടേം വിജയങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? ലെഗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പൈതൃകം എന്ന് പറയും. അതായത് നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ഇൻഷുറൻസ് ബിസിനസ്സിലൂടെ, ഇത് കസ്റ്റമർക്കാവാം, നമ്മളുടെ ഫാമിലിക്കാവാം, നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ഇൻഷുറൻസ് ബിസിനസ്സിലൂടെ സമ്പത്ത്, അറിവ്, അവസരം, ഇത് മൂന്നും കൂടി ചേർക്കുന്നതാ ഈ പൈതൃകം എന്ന് പറഞ്ഞ. ലെഗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ചേർന്ന കേട്ടോ. സമ്പത്ത്,
അറിവ്, അവസരം. നമ്മളുടെ കൂടെ നമ്മളുടെ കസ്റ്റമേഴ്സിന് നമ്മൾ സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കണം. കാരണം ധാരാളം ആളുകൾ പൈസ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ച് അവർക്ക് അറിവുണ്ടാവില്ല. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട് അവരെ സഹായിക്കും. വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന സമയത്ത് നമുക്കും സമ്പത്ത് ഉണ്ടാവും. ഇനി അതിന്റെ അടുത്ത ഘട്ടം എന്താ? നമ്മൾ വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന സമയത്ത് നമ്മൾ കുറെ അറിവുകൾ പകർന്നു കൊടുക്കും. ഇത് കസ്റ്റമേഴ്സിനും ഗുണം ചെയ്യും, നമ്മളുടെ ഫാമിലിക്കും ഗുണം ചെയ്യും. അതിൽ നിന്ന് കുറച്ച് അവസരങ്ങൾ, അറിവും അവസരവും കിട്ടും. ഇതിനെയാണ് പൈതൃകം. അപ്പൊ പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തി ആയി മാറാൻ കഴിയുക എന്ന ലെഗസി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അതാ. ലെഗസി ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ അതാണ്. ഇൻഷുറൻസ് ബിസിനസ്സിലൂടെ വലിയ വിജയങ്ങൾ നേടിക്കൊണ്ട് നമ്മളുടെ കുടുംബത്തിനും നമ്മളുടെ കസ്റ്റമേഴ്സിനും സമ്പത്തും അറിവും അവസരവും പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു ഇൻഷുറൻസ് ഏജന്റ് ആവാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും ഇന്നത്തെ കാലത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, അപ്പോ ഞാൻ ഇവിടെ പറഞ്ഞു വന്ന കാര്യം എന്താ? അശ്വമേധമാണ് കാര്യം. അപ്പൊ എത്ര പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു? നമുക്കൊന്ന് ആദ്യം തൊട്ട് നോക്കാം അല്ലെ, അവസാനം തൊട്ട് ആദ്യത്തിലേക്ക് പോവാം. ഒന്ന്, നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് ഇൻഷുറൻസ് ബിസിനസ്സിലൂടെ, ഈ അടുത്ത തലമുറ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫാമിലി മാത്രമല്ല കേട്ടോ, അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സാധാരണ ഇൻഷുറൻസ് ഏജൻസ് ഞാൻ എപ്പോഴും ഗവൺമെന്റ് ജോലിക്ക് പോകുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ പോകുമ്പോൾ നമ്മൾ ഒറ്റ കാര്യം ആലോചിക്കുള്ളൂ, എന്റെ വീട്, എന്റെ കുടുംബം, എന്റെ ലോണ്, എന്റെ EMI എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ ഒരു ഇൻഷുറൻസ് ഏജന്റ് ചിന്തിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ അടുത്ത തലമുറയ്ക്ക്, നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ. അതുകൊണ്ടല്ലേ ഇപ്പൊ നോക്കൂ, എത്രയോ പഴയ ഏജന്റുമാർക്ക് വീണ്ടും വീണ്ടും ആ കുടുംബങ്ങളിൽ നിന്ന് ബിസിനസ് കിട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ? വേറെ ആര് പോയാലും നിങ്ങൾക്ക് വിളിച്ചു തരുന്നില്ലേ? അവിടെ ഒരു ബാങ്ക് മാനേജർക്ക് കയറി പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു ലെഗസി ക്രിയേറ്റീവ് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള പല ആളുകളും. അവർ ചെയ്തിരിക്കുന്ന കാര്യം എന്താ? ആ ഒരു ബിസിനസ്സിലൂടെ അവർക്ക് സമ്പത്തും അറിവും അവസരവും ഒക്കെ പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ കഴിയുക എന്നുള്ളതാണ് ലോങ് ടേമിൽ നമുക്കൊരു പ്രീമിയം സെല്ലിംഗ് ഇൻഷുറൻസ് അഡ്വൈസർ ആയിട്ട് മാറുമ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് കാര്യം, ലാസ്റ്റത്തെ പോയിന്റ്. പിന്നെന്താ? നമുക്ക് ലോങ് ടേമിൽ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം? ട്രെയിനിങ്. നമ്മുടെ കസ്റ്റമേഴ്സ് എത്ര നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളുകളായി മാറാൻ എന്ത് ചെയ്യണം? ഹാൻഡ്ലിംഗ് പോസ്റ്റ് സെയിൽസ് ഹെസിറ്റേഷൻ. യെസ് എന്ന് പറഞ്ഞതിന് ശേഷം തീരുമാനം മാറിപ്പോകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ദിസ് ഇസ് അനദർ തിങ്. ദാറ്റ് ഓഫ് പ്രൊഫഷണൽ ഫോളോ അപ്പ് അല്ലെ? എങ്ങനെയാണ് പ്രൊഫഷണൽ ആയിട്ട് ഒരു ആളെ ഫോളോ അപ്പ് ചെയ്യുക? 90 ദിവസത്തിനകത്ത് നമ്മൾ MDRT ആവാൻ വേണ്ടി HNIയുടെ ഇടയിൽ വർക്ക് ചെയ്യുമ്പോൾ ക്ലോസിംഗ് ദ ഡീൽ വിത്ത് ആത്മവിശ്വാസത്തോടു കൂടി എങ്ങനെ ഒരു പോളിസി ക്ലോസ് ചെയ്യാം? പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം? ആഫ്റ്റർ സെയിൽസ് മാസ്റ്ററി ഇല്ലേ? സർവീസ് എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ ക്ലോസിംഗ്, യെസ് ഇൻ ടു ആക്ഷൻ. HNI കസ്റ്റമേഴ്സിനെ ക്ലോസ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ്, ദ ഹിഡൻ ഡോർ ടു സക്സസ് അല്ലെ? HNI കസ്റ്റമേഴ്സ് ചോദിക്കുന്ന തടസ്സവാദങ്ങൾ എങ്ങനെ, ഒബ്ജക്ഷൻസ് എങ്ങനെ മറികടക്കാം? ബിൽഡിംഗ് ട്രസ്റ്റ് ത്രൂ സ്റ്റോറി ടെല്ലിംഗ് അല്ലെ? ക്രിയാത്മകമായ കഥയിലൂടെ HNI കസ്റ്റമേഴ്സിന്റെ വിശ്വാസം എങ്ങനെ നേടാം? ആക്റ്റീവ് ലിസണിങ്, എങ്ങനെ ഒരു നല്ല കേൾവിക്കാരനാവാൻ എന്തൊക്കെ ചെയ്യണം? ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ എങ്ങനെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാം? ഒരു ട്രസ്റ്റും അതോറിറ്റിയും എങ്ങനെ ഉണ്ടാക്കാം? റിസർച്ചിങ് ആൻഡ് ഐഡന്റിഫൈങ് പ്രീമിയം പ്രോസ്പെക്ട്. ഇതൊരു ഏറ്റവും വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത്. അങ്ങനെ ഡിഫൈനിങ് യുവർ 90 ഡേയ്സ്, അടുത്ത 90 ദിവസം MDRT ആവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം? ദ പ്രീമിയം ക്ലയന്റ് മൈൻഡ് സെറ്റ്, എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്? അപ്പൊ ഏകദേശം ഞാനൊരു 18 പോയിന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഹലോ, ഇനി നിങ്ങളാ പറയണ്ടേ, എത്ര പോയിന്റ് പറഞ്ഞിട്ടുണ്ടാവും? 18 ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 17 പോയിന്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഏതോ ഒന്ന് വിട്ടുണ്ട്, 17 ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പലർക്കും ആഗ്രഹം എന്താ? HNI കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നമുക്ക് വലിയ വലിയ പോളിസികളൊക്കെ പിടിക്കണം എന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഇത്രയും ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയാൽ മാത്രമേ നമുക്കിത് വളരെ ഫലപ്രദമായിട്ട് വർഷങ്ങളോളം അത് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ നോക്കൂ, ഞാൻ നിങ്ങൾക്ക് പോയിന്റുകൾ മാത്രമേ പറഞ്ഞു തന്നു. ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഓരോന്നും നമുക്ക് കുറെ പോയിന്റുകളുടെ ഇലാബറേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. കുറച്ച് ടഫുമാണ്. ഞാൻ ഇതുവരെ നിങ്ങൾക്ക് എടുത്തൊരു സെഷൻ പോലെയൊന്നും പലരുടെ മുഖത്തും പലർക്കൊക്കെ കിളി പോയ അവസ്ഥയിലൊക്കെ ഉണ്ട്. എനിക്കറിയാം, ഇവിടെ കുറെ പേരുടെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോ ഇത് ഈസി ആയിട്ടുള്ള ഒരു സംഗതിയല്ല. അപ്പൊ ഇതൊരു എന്താ പറയാ, ഇതൊരു സാധാരണ സമയത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഈ ഒരു ചാലഞ്ചസിലേക്ക് ഇത്രയൊക്കെ പഠിക്കാൻ ആരൊക്കെ റെഡി ഉണ്ട് ഇവിടെ? ഞാൻ ഇതൊക്കെ ഓരോ സബ്ജക്റ്റുകളായിട്ട് ഓരോ സബ്ജക്റ്റും ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാൻ റെഡിയുള്ള ആളുകൾ ഒന്ന് ഹാൻഡ് ഒന്ന് തമ്പുയർത്തിക്കേ. ഇതൊക്കെ ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാൻ ഒരു പ്രത്യേക സമയത്ത് കുറച്ച് ചാലഞ്ചസ് ഒക്കെ എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ള എത്ര ആളുകളുണ്ട്? നോക്കട്ടെ. അപ്പൊ എത്ര കൈ പൊന്തുന്നുണ്ട് നോക്കട്ടെ. ഇനിയാണ് ചാലഞ്ച് നിങ്ങൾക്ക്. അപ്പൊ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം,
ബൈജൂസ് അക്കാദമി കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് 5 AM ക്ലബ്. ഇത് 8ാമത്തെ സീസൺ കടന്നു വരികയാണ്. ഈ 8ാമത്തെ സീസണിൽ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ 5 AM ക്ലബ്ബിൽ എന്താണ് ബൈജു സാറെ പഠിപ്പിക്കുക? കഴിഞ്ഞ ദിവസം കൂടി ഒരു കോള് വന്നിരുന്നു, പണ്ട് പഠിപ്പിച്ച അതേ സാധനങ്ങളാണെന്നൊക്കെ. ഇത്തവണ 5 AM ക്ലബ്ബിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ പറഞ്ഞ പോയിന്റുകളാണ് 21 ദിവസം പഠിപ്പിക്കുന്നത്. ഒരു സീരീസ് ആയിട്ട്. ഇതുവരെ ഞാൻ അങ്ങനെ 5 AM ക്ലബ്ബിൽ ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ ഇത്തവണ ഒരു പ്രീമിയം സെല്ലിംഗ് സീക്രട്ട് പഠിപ്പിക്കുന്ന 21 ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ ഇലാബറേറ്റ് ചെയ്ത് 1-2 ദിവസം പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞു. പക്ഷെ രാവിലെ 5 മണിക്കാണ് ക്ലാസ്. രാവിലെ എണീക്കാൻ പറ്റുന്ന ആൾ, റെക്കോർഡിംഗ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ഇതുവരെ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാത്ത ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കും ഈ 5 AM ക്ലബ്ബിൽ കിട്ടുക. വളരെ ചെറിയ ഫീസേ ഉള്ളൂ, 3750 രൂപയാണ് ഫീസ്. റെക്കോർഡിംഗ് തരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ദിവസം രാവിലെ എണീക്കാൻ പറ്റുന്ന റെക്കോർഡിംഗ് കിട്ടും. റെക്കോർഡിംഗ് 5 AM ക്ലബ്ബ് ഒക്ടോബർ 31 കൂടി തീരും. 21 ദിവസമുള്ളൂ. 8ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ 2 ദിവസം കൂടി അങ്ങനെ തീരും. പക്ഷെ റെക്കോർഡിംഗ് ഡിസംബർ 31 വരെ ആപ്പിനകത്ത് ഉണ്ടാവും. ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാസം റിവ്യൂ ചെയ്യാനുള്ള സമയം കിട്ടും. 3750 രൂപയാണ്, 5000 രൂപയാണ്. പക്ഷെ ഇന്നും കൂടെ നമ്മുടെ ഏർലി ബേർഡ് ഓഫർ നിലനിൽക്കുന്നുണ്ട്. 3750 രൂപ അടച്ചുകൊണ്ട് നിങ്ങൾ ഈ കോഴ്സിൽ രാവിലെ 5 മണിക്ക് എണീക്കാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്താൽ മതി. റെക്കോർഡിംഗ് കിട്ടുമെങ്കിലും എണീച്ചിരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. 21 ദിവസം ഒറ്റ സബ്ജക്റ്റാ. ഈ ഒറ്റ സബ്ജക്റ്റിനകത്താണ് 21 ദിവസം നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇതുവരെ നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോ ദിവസം ഓരോ സബ്ജക്ട് പഠിപ്പിക്കായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെ ഇല്ലേ, ഇത് ഇലാബറേറ്റ് ചെയ്ത് 21 ദിവസം ദ പ്രീമിയം സെല്ലിംഗ് സീക്രട്ട് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് ചെയ്യുന്നത്. 3750 രൂപ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാം. ഫീസ് അടയ്ക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കോ ഹരിക്കോ അതിന്റെ ലിങ്ക്, അതുപോലെ നെക്സ്റ്റ് ലെവൽ കോഴ്സിലുള്ള ആളുകളൊന്നും ഫീസ് അടയ്ക്കരുത് കേട്ടോ. അവർക്ക് ബിന്ദു മേഡവും ജോൽ സാറൊന്നും കാശ് അടയ്ക്കരുത്. കാരണം അവർക്കൊക്കെ ഈ കോഴ്സ് ഫ്രീ ആണ്. അതിനകത്ത് നമ്മുടെ ഹൈ എൻഡ് കോഴ്സിലുള്ളവർക്കുള്ള അതിന്റെ ഒരു പാർട്ടാണിത്. അല്ലാത്തവർക്ക് ഇതിനകത്ത് ഫീസ് അടച്ചുകൊണ്ട് ജോയിൻ ചെയ്യാം. 3750 രൂപയാണ്. അവിടെ UPI ID വെച്ചിട്ടുണ്ട്. എന്റെ മൊബൈൽ നമ്പർ തന്നെയാണ് ഗൂഗിൾ പേ നമ്പർ. അപ്പോ ഇതൊക്കെയാണ് എനിക്ക് ഈ പ്രീമിയം സെല്ലിംഗ് സീക്രട്ടുമായിട്ട് പറയാം. യൂട്യൂബിൽ ഈ ക്ലാസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഇപ്പൊ യൂട്യൂബിൽ കാണുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും എന്നെ വിളിക്കാറുണ്ട്, യൂട്യൂബിൽ നിങ്ങൾ കണ്ടോളൂ, കോഴ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറില്ല, താഴെ ഞാൻ 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ കാണുമ്പോൾ എന്റെ നമ്പറും കൂടെ താഴത്ത് ഞാൻ സംസാരിക്കും വരും. ഏതെങ്കിലും വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 8ാം തീയതി രാവിലെ, അതായത് ബുധനാഴ്ച രാവിലെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ കോഴ്സിലേക്ക് എൻട്രി ഉണ്ടാവില്ല കേട്ടോ. സാധാരണ നമ്മൾ ഇടയ്ക്ക് റെക്കോർഡിംഗ് തരാന്നൊക്കെ പറഞ്ഞ് റെക്കോർഡിംഗ് ഒക്കെ കൊടുത്തിട്ടൊക്കെ ചെയ്യും. പക്ഷെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത്തവണ 5 AM ക്ലബിലേക്ക് എൻട്രി ഉണ്ടാവില്ല. അതുകൊണ്ട് ജോയിൻ ചെയ്യാനുള്ള ആളുകൾ 3750 രൂപ കൊടുത്ത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. രാവിലെ 5 മണിക്ക് എണീക്കണം. റെക്കോർഡിംഗ് കിട്ടും നിങ്ങൾക്ക്. അതുപോലെ 1500 രൂപ വിലയുള്ള പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ഫ്രീ ആണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യം. ഓക്കെ, അപ്പൊ ബുധനാഴ്ച ഇനി നമ്മൾ കാണുന്നത് രാവിലെ 5 മണിക്ക്. അടുത്ത 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ 5 മണിക്കായിരിക്കും ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ. പിന്നെ 8ാം തീയതി രാവിലെ തൊട്ട് തുടങ്ങും ബിന്ദു മേഡം. അപ്പൊ അതൊക്കെ ഒന്ന്, പേര് സാംസങ് എന്നൊക്കെ ആയി മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ ഓക്കെ, നിങ്ങൾ എല്ലാവരെയും ഈ പ്രീമിയം സെല്ലിംഗ് സീക്രട്സിലേക്ക് ഞാൻ വിളിക്കുകയാണ്. താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ജോയിൻ ചെയ്യാൻ നമ്പർ അതിനകത്തുണ്ട്. ഹരിനെ വിളിക്കാം. പൈസ അടച്ച ആളുകൾ എനിക്കോ ഹരിക്കോ സ്ക്രീൻഷോട്ട് ഇട്ട് തരണം. അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അശ്വമേധം എന്ന് പറയുന്ന സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇത്രയും ചെറിയ ഫീസിനകത്ത് ഇത്രയും ഒരു കോഴ്സ് ഒന്നും എവിടെയും കിട്ടില്ല. അപ്പൊ നിങ്ങളത് ഉപയോഗപ്പെടുത്തുക. പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ റെഡിയാണ്. അടുത്ത 90 ദിവസം കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകളൊക്കെ MDRT ആവണം എന്നാണ് എന്റെ ആഗ്രഹം. പ്രീമിയത്തിലൂടെയൊക്കെ MDRT കമ്മീഷനിലൂടെയൊക്കെ ആവണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.